നിങ്ങളുടെ 2026 അനുസ്മരണ സമ്മേളനം ആരംഭിക്കുകയായി. കഥകളിയിൽ സഹൃദയ പ്രശംസ നേടിയ ഒട്ടേറെ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള കലാകാരനാണ് യശശരീരനായ ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ പ്രസിദ്ധ തന്ത്രി കുടുംബമായ നെല്ലിയോട് മനയിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെയും പാർവതി അന്തർജനത്തിന്റെയും മകനായി 1940 ഫെബ്രുവരിയിൽ ജനിച്ചു. പിന്നീട് കുടുംബസമേതം വെള്ളാമ്പുറ നായാട്ടുകളിൽ താമസമാക്കി. തന്റെ 17ാമത്തെ വയസ്സിൽ നാട്യാചാര്യൻ പത്മശ്രീ വാടിയങ്കര കുഞ്ചുനായരുടെ ശിഷ്യനായി കഥകളി അഭ്യസനം ആരംഭിച്ചു. കോട്ടയം PSC നാട്യസംഘത്തിലും കേരള കലാമണ്ഡലത്തിലും അഭ്യസനം പൂർത്തിയാക്കി. കഥകളിയിലെ ചുവന്ന താടിവേഷങ്ങൾ പാത്രബോധം കൊണ്ട് പുരാതന ജ്ഞാനം കൊണ്ട് അദ്ദേഹം മികവ് പുലർത്തി. ജീവിതത്തിൽ സാത്വികശീലനായ അദ്ദേഹം അവതരിപ്പിച്ചതിൽ അധികവും തൃകർത്തൻ, ബാലി, കലി, ദുശാസനൻ, ഭഗൻ, വീരഭദ്രൻ എന്നീ താമസ കഥാപാത്രങ്ങളാണ്. കരിവേഷങ്ങളായ നക്രകുണ്ടി, സിംഹിക, ശൂർപ്പണഖ, ലങ്കാലക്ഷ്മി എന്നിവയിലും കറുത്തതാടിയായ കാട്ടാളനിലും നെല്ലിയോടിന് കിടപിടിക്കുന്ന നടന്മാർ അപൂർവമായിരുന്നു. അതേസമയം ബ്രാഹ്മണൻ, കുചേലൻ എന്നീ സാത്വിക കഥാപാത്രങ്ങളും നർമ്മവും കുശലതയും നിറഞ്ഞ ഭഗവതത്തിലെ ഘനകൻ പോലുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും കഥകളി അവതരിപ്പിച്ചിട്ടുള്ള നെല്ലിയോട് സെർവാൻഡസിന്റെ ഡോൺ കിഹോത്തയെ ആ കഥാപാത്രത്തിന്റെ ജന്മദേശമായ സ്പെയിനിൽ തന്നെ അവതരിപ്പിച്ച് പ്രശംസ നേടി. ഔദ്യോഗിക ആവശ്യത്തിനായി തിരുവനന്തപുരം പൂജപ്പുരയിൽ ആയിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ദീർഘകാലം തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ കഥകളി അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. കഥകളിക്ക് പുറമെ സംസ്കൃതത്തിലും അറിവുള്ള അദ്ദേഹം ധാരാളം സ്വതന്ത്ര രചനകളും തർജ്ജമകളും നടത്തിയിട്ടുണ്ട്. നാരായണീയ വൃത്താനുവൃത്തം തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. രാസക്രീഡ അദ്ദേഹം രചിച്ച ആട്ടക്കഥയാണ്. കുട്ടികൾക്കായി കൊച്ചുപുരാണം എന്നൊരു പുസ്തകം എഴുതി. ചുവന്ന താടി വേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുവന്ന താടി കൂടെ പഠിച്ചിട്ടുള്ളത്. 1999 കലാമണ്ഡലം കഥകളി അവാർഡിന് അർഹനായ അദ്ദേഹത്തിന് 2013 കേരള സർക്കാരിന്റെ കഥകളി പുരസ്കാരവും 2018 കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പും ലഭിച്ചു. 1999-2000 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, ഗുരു ഗോപിനാഥ് കലാകേന്ദ്രം, തുളസിവന പുരസ്കാരങ്ങൾ തുടങ്ങി നെല്ലിയോട് ലഭിച്ച അംഗീകാരങ്ങൾ നിരവധിയാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പലതവണയായി സന്ദർശനം നടത്തുകയും കഥകളി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2021 ഓഗസ്റ്റ് 2 തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ സ്വവസതിയിൽ വെച്ച് അദ്ദേഹം ഇഹലോകവാസം കഴിഞ്ഞു. ഭാര്യ യശശരീരയായ ശ്രീദേവി അന്തർജനം, മക്കൾ അധ്യാപികയും കഥകളി കലാകാരിയുമായ ശ്രീമതി മായ നെല്ലിയോട്, തന്ത്രിയും കഥകളി നടനുമായ ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി. നെല്ലിയോട് 2026 നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് ചേർന്നിട്ടുള്ള എല്ലാവരെയും ജില്ലാ പഞ്ചായത്ത് അംഗം KP അജ്മൽ എന്നിവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപപ്രജ്വലനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ മകളായ ശ്രീമതി മായ നെല്ലിയോടാണ്. മായ നെല്ലിയോടിനെ ഈ കർമ്മത്തിനായി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥന ചൊല്ലുന്നതിനായി ശ്രീ സാരംഗ് കുടുംബം ക്ഷണിച്ചു കൊടുക്കുന്നു. സൂരൻ ചന്ദ്രൻ വിളങ്ങും
ഗുരുവരൻ ചേരും മട്ടഭ്യസിപ്പിച്ചഖില ഗുരുവരൻ വാസുദേവൻ തുണയ്ക്ക ശ്രീ വാസുദേവൻ തുണയ്ക്ക. നെല്ലിയുടെ 2026 സമ്മേളനത്തിൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും സദസ്സിനെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി പ്രോഗ്രാം കൺവീനർ ശ്രീ പ്രദീപ് തെന്നാളിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ഇന്ന് നമ്മുടെ ഉദ്ഘാടനം കൂടിയായ നമ്മുടെ വള്ളുവൻ്റെ നിർണയനായ ശ്രീ എ പി അനിൽകുമാർ, അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ശ്രീ കെ രവികുമാർ മാഷ്, ഇന്നത്തെ വിനിയോഗത്തിന് 2 പുരസ്കാര ജേതാക്കളുണ്ട്. ശ്രീ ചാത്തന്നൂർ നാരായണ വയസ്സാൻ, പ്രിയപ്പെട്ട സഹോദരൻ ജ്യോതിഷ് ബാബു, പരസ്പര പ്രഭാഷണം നടത്തുന്ന പി എം നാരായണ മാഷ്, ജനപ്രതിനിധികളായ ശ്രീ പി ടി അച്യുതൻ, ശ്രീമതി സുനീതി, ശ്രീ പി സുന്ദരരാജീവൻ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൻ്റെ ചടങ്ങിലേക്ക് കടക്കുന്നതിനോട് ഒരു സ്വാഗതം പറയുന്നതിന് ഒരു ചെറിയൊരു കർത്തവ്യം കൂടിയുണ്ട്. ഇതേവിടെ നടന്ന പരിപാടികളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ചെറിയ കാര്യം പ്രേക്ഷകരെ ബോധിപ്പിക്കേണ്ട ഒരു ചടങ്ങ് കൂടിയുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചരിതാർത്ഥം തോന്നുകയാണ്. കിളിയോട് വാസ്തവ നമ്പൂതിരി അന്തരിച്ച് 5 വർഷം പൂർത്തിയാവുകയാണ്. 2021 അദ്ദേഹം മരിച്ചത്. ഒരിക്കൽ പറഞ്ഞതാണ്, എന്നാൽ പോലും വീണ്ടും അത് പറയാൻ തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ, അതായത് മരണാനന്തര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വസതിയിൽ, കണ്ണൂരുള്ള വസതിയിൽ ഉള്ളിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും സാജൻ, കലാമണ്ഡലം സാജൻ, ഞങ്ങൾ രണ്ടുപേരും അത് ജനലിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് സാജൻ ഞങ്ങളോട് പറഞ്ഞു, പ്രദീപ് അടുത്ത വർഷം ആഗസ്റ്റ് 2 ഒരു നെല്ലിയോടെ വിസ്മരണമാണ്. മറ്റൊന്നും കൊണ്ടല്ല, നെല്ലിയോടാസാൻ എഴുതി ചിട്ടപ്പെടുത്തി ധാരാളം വേദികളിൽ അവതരിപ്പിച്ച അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തിയ രാസക്രീഡ എന്ന് പറയുന്ന കഥകളി സാജേട്ടൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് സാജേട്ടൻ്റെതായ ഒരു പെർസ്പെക്റ്റീവിൽ, അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണകോണിൽ അവതരിപ്പിച്ച് കാണണമെന്ന് ശ്രീ നെല്ലിയോട് വാസ്തവ നമ്പൂതിരി സാജേട്ടനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സാധ്യമാകാൻ സാജേട്ടന് കഴിഞ്ഞില്ല. അതൊരു ഖേദം തീർക്കാൻ 1 വർഷമെങ്കിലും ഒരു നെല്ലിയോടെ വിസ്മരണം നടത്തി ആ കഥയൊന്ന് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ കഴിയില്ല. അപ്പോൾ ഒരു ചെറിയ ഞങ്ങൾ സ്ഥിരമായിട്ട് കൂടാറുള്ള കഥകളി സംഘാടകരെ, കഥകളി ആസ്വാദകരെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും വിളിച്ച് തീരുമാനിച്ചു. അപ്പോൾ അതിനൊരു ഔദ്യോഗിക സ്വഭാവമാണ്. അങ്ങനെ ഔദ്യോഗിക സ്വഭാവത്തിന് വേണ്ടി ഞങ്ങൾ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞു, നെല്ലിയോട് വാസ്തവ നമ്പൂതിരിയുടെ അനുസ്മരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചെറിയ ചടങ്ങ് നിൽക്കേണ്ടതല്ല, വണ്ടൂർ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ അറിയേണ്ട ഒരു ചടങ്ങാണ്, ചെറുതായിട്ട് നടത്തിയാൽ പോരാ. ഞങ്ങളുടെ സംഘാടക പരിമിതി നിങ്ങൾക്കറിയാം. അതെല്ലാം നടക്കും എന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും സമഫലമായിട്ട് ആദ്യത്തെ വർഷം വളരെ ഗംഭീരമായി തന്നെ നെല്ലിയോടെ വിസ്മരണം, രാസക്രീഡ എന്ന് പറയുന്ന ആ കഥകളി സാജേട്ടൻ പഠിപ്പിച്ച് ശിഷ്യകളെയും പഠിപ്പിച്ച് അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ നല്ല ഒരു മറ്റൊരു കഥകളി കൂടി അവതരിപ്പിക്കുകയും ചെയ്തു. നല്ലൊരു സംഘാടക സമിതി ഉണ്ടാക്കി. അത് വണ്ടൂർ എന്ന ഈ പ്രദേശം ഏറ്റെടുത്തു എന്നുള്ളത് ആ ഒരൊറ്റ വർഷത്തെ മുമ്പിൽ കൂടിയ ജനങ്ങളുടെ ബാഹുല്യത്തിൽ മനസ്സിലായി. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാൻ കഴിയില്ല, അടുത്ത വർഷം നിർബന്ധമായി നടത്തേണ്ട ഒന്നാണ് എന്ന് തീരുമാനിച്ചു. തുടർന്ന് ഒരു 5ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓരോ വർഷവും ഈ ഓഡിറ്റോറിയം നിറഞ്ഞു തന്നെയാണ് കാണുന്നത്. കഥകളി
10 മണിക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ 12 മണി വരെയും 1 മണി വരെയും നീണ്ട സമയത്ത് അവസാനം വരെയും ഇവിടെ ജനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം വണ്ടൂരിലെ സാംസ്കാരിക പ്രേക്ഷകർ ഈ നെല്ലിയോട് അനുസ്മരണത്തിനെ അത്രയ്ക്ക് ഭംഗിയായി സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ ഊർജം ഞങ്ങൾക്ക് നൽകി. ഓരോ വർഷവും ഇങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് ഞങ്ങൾ ആലോചിച്ച് നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നന്നായിട്ട് നടത്തി എന്ന് തന്നെയാണ് വിശ്വാസം. ഓരോ വർഷവും വ്യത്യസ്ത സാംസ്കാരിക രംഗത്തുള്ള വ്യത്യസ്ത ആൾക്കാരെ പങ്കെടുപ്പിക്കുകയും കേരളത്തിലുടനീളമുള്ള കഥകളി കലാകാരന്മാർ പലരെയും മാറി മാറി വിളിച്ചുകൊണ്ടുള്ള ഒരു കഥകളി രംഗം ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. ഏതായാലും വളരെ സന്തോഷം. അതിന് നന്ദി ഈ വണ്ടൂരിലെ സാംസ്കാരിക പ്രേക്ഷകർക്ക് ആദ്യം പറയട്ടെ. ഇനി ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. സ്വാഗതം പറയുക എന്നാണ് ചടങ്ങ്. ആദ്യമായി സ്വാഗതം പറയുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വണ്ടൂരിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ പി അനിൽകുമാർ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. ആദ്യത്തെ സമ്മേളനം ഞങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ അദ്ദേഹം എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഒരു കാര്യം അദ്ദേഹം പ്രതിജ്ഞാബദ്ധമായി പറഞ്ഞിരുന്നു: ഉദ്ഘാടനം എന്നെ ഏൽപ്പിക്കേണ്ട, ഞാൻ അവിടെ ഉണ്ടാവും. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പലവിധ തിരക്കുകളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ എല്ലാം വൈകിയിരുന്നു. അതൊരിക്കലും ഈ പരിപാടിക്ക് ഒരു തടസ്സമാവരുത്. അതുകൊണ്ട് സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ആരെങ്കിലും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു എന്നെ സഹായിച്ചു പോകണം. അങ്ങനെ അനുസരിച്ചിട്ടാണ് ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അദ്ദേഹം സംഗീത നാടക അക്കാദമി ചെയർമാനായിരുന്നു. അദ്ദേഹത്തെയാണ് ക്ഷണിച്ചത്. അന്നു മുതൽ ഇതാ ഇപ്പോൾ വരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ശ്രീ പി അനിൽകുമാർ ബഹു ജനപ്രിയ നായകൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ട്. എത്താൻ കഴിയാ ഒരു തവണ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 1 വർഷം മാത്രമാണ് ഈ ആഗസ്റ്റ് 2 എന്ന് പറയുന്ന ഡേറ്റിൽ നിന്ന് മാറ്റി ഇത് നടത്തേണ്ടത്. ബാക്കി എല്ലാം ആഗസ്റ്റ് 2. അന്ന് മാത്രം അദ്ദേഹത്തിന് വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അത് പ്രാധാന്യം കൊടുക്കണമല്ലോ. ആ പോകുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും വെറുതെ മുറ്റത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് വന്നു. എനിക്ക് വയനാട്ടിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്, ചടങ്ങിലേക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല. അപ്പം അദ്ദേഹത്തിന് ഈ ഒരു നെല്ലിയോട് അനുസ്മരണത്തിനോടുള്ള താല്പര്യമാണ് അതിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ ഓരോ വർഷവും ഞങ്ങൾക്ക് ഊർജം നൽകിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയാണ്, നെല്ലിയോട് അനുസ്മരണ സമിതി രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ഇന്നും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സന്തോഷം സ്വാഗതം ചെയ്യും. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നെല്ലിയോട് അനുസ്മരണ സമിതിയുടെ മറ്റൊരു രക്ഷാധികാരി കൂടിയായ ശ്രീ കെ രവികുമാർ മാഷാണ്. ഔപചാരികതയുടെ പേരിലാണ് അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാ വർഷവും ആടോപതാണ്ഡവം എന്ന പേരിൽ ഒരു പുരസ്കാരം കൊടുക്കാറുണ്ട്. ഈ വർഷത്തെ ആടോപതാണ്ഡവ പുരസ്കാരം മുതിർന്ന കലാകാരനായ ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണ സാറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകനും ഇവിടെ എത്തിച്ചേർന്നത് ഹരില, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഒരു അവാർഡ് കൂടി ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട മനോജ് പുലൂർ എന്ന ഉണ്ണിയേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന മനോജ് പുലൂർ, ഞങ്ങളുടെയൊക്കെ സംഘാടക സമിതിയുടെ ഏറ്റവും മുൻപിൽ നിന്ന് എന്നാൽ രംഗത്ത് വരാതെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്ന ശ്രീ ഉണ്ണിയേട്ടൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ലോകത്തോടെ യാത്ര വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മനോമുദ്ര എന്ന് പറയുന്ന ഒരു പുരസ്കാരം ഈ വർഷം മുതൽ നൽകുന്നുണ്ട്. ഈ വർഷത്തെ മനോമുദ്ര പുരസ്കാരം ശ്രീ സമരം ജ്യോതിഷ്ബാബുവാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം. ഓരോ വർഷവും നെല്ലിയോടിൻ്റെ അരങ്ങിലെ പ്രവർത്തനത്തെക്കുറിച്ചും കലാപ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വേഷത്തെക്കുറിച്ചും കഥാപാത്രത്തെ അദ്ദേഹം പ്രവൃത്തിയിലൂടെ കഥാപാത്രത്തെ വളർത്തിയെടുക്കുന്ന രീതിയെക്കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ വർഷം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കലാനിരൂപകനായ ശ്രീ പി എം നാരായണ മാഷാണ്. നാരായണ മാഷെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത്
പീസപ്പള്ളി രാജീവേട്ടൻ ഒരു നല്ല സോദാഹരണ ക്ലാസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനപ്രതിനിധികളായി ഇവിടെ എത്തിച്ചേരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ KT അജ്മൽ ആശംസ നൽകുന്നതിന് വേണ്ടി എത്തിയിട്ട് അദ്ദേഹത്തെ സന്തോഷം. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി സുനീതി അവരോട് എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ശക്തി. കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ടായി മാറും എന്നൊരു അവസ്ഥ വന്നിരുന്നെങ്കിലും ഇപ്പോഴും നമുക്ക് മനസ്സ് തന്നെയാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. നിങ്ങളെല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ K. കുമാർ ക്ഷണിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് നിലയോട് അനുസ്മരണ സമിതി രക്ഷാധികാരിയായ ശ്രീ K. രവികുമാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രൗഢഗംഭീരമായ സദസ്സിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ കേരള റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ സാർ, അതുപോലെ തന്നെ ഇന്ന് 2 പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ള, അതേപോലെ തന്നെ ശ്രീ ജ്യോതിഷ് ബാബു, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശ്രീ PM നാരായണൻ സർ, നല്ല ഒരു ക്ലാസ് ഇവിടെ നടത്തിക്കഴിഞ്ഞ ശ്രീ പീസപ്പള്ളി രാജീവ്, ജനപ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ KT അജ്മൽ സർ, അതുപോലെ തന്നെ ശ്രീമതി P. സുനീതി, അതുപോലെ ശ്രീ T. ഉമ്മർകുട്ടി, അതുപോലെ തന്നെ എൻ്റെ ഈ മുൻപിലിരിക്കുന്ന ഗുരുസ്ഥാനീയരായ കഥകളിയുടെ ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരന്മാരെ, നമ്മൾ വണ്ടൂരിൽ ഒരു അനുസ്മരണ സമ്മേളനം നെല്ലിയോടിൻ്റെ പേരിൽ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷം. അതായത് 2021 ആഗസ്റ്റ് 2-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ കഥകളിയെ സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമ, ഒരു നല്ല കലാകാരൻ, ആ കലാകാരന് യുക്തമായ ഒരു അനുസ്മരണം, അതിന് ഒരു അനുസ്മരണ സമിതി രൂപീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ശിഷ്യന്മാരും അതുപോലെ കഥകളി ആസ്വാദകരും ഒരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ആഗസ്റ്റ് 2-ാം തീയതി ഇതുപോലെ ഒരു നിറഞ്ഞ സദസ്സിൽ കഥകളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധങ്ങളായ പരിപാടികൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ ഈ സമിതിയുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ സർ ഇതിനു മുമ്പ് MLA ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു നിറഞ്ഞ ആദരവ് നമ്മുടെ ഈ സമിതിയുടെ വക നൽകുന്നതിനും ഈ വേദി പ്രയോജനപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമുക്ക് കഥകളിക്ക് ഇഷ്ടമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ളയ്ക്ക് ഈ വർഷത്തെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പുരസ്കാരം, ആടോപദാന പുരസ്കാരം അദ്ദേഹത്തിനാണ് നൽകുന്നത്. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനും നമ്മൾ ഈ വേദി പ്രയോജനപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം നമ്മുടെ കൂടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കൊല്ലൂർ ശ്രീ മനോജിൻ്റെ പേരിൽ ഒരു പുതിയ ഒരു അവാർഡ് നമ്മൾ സമിതി തീരുമാനിക്കുകയും അത് മനോമുദ്ര എന്ന പേരിൽ നൽകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ മനോമുദ്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്, അതിനർഹനായിട്ടുള്ളത് ശ്രീ സദനം ജ്യോതിഷ് ബാബുവാണ്. അദ്ദേഹത്തെയും ഈ വേദിയിൽ നമ്മൾ ആദരിക്കുകയാണ്. അപ്പോൾ ഇത് കഥകളിയെ സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 5 വർഷമായെങ്കിലും നമ്മുടെ മുൻപിലിരിക്കുന്ന
നല്ല കഥകളി ആസ്വാദകരുടെയും അതുപോലെ കഥകളി പ്രോത്സാഹിപ്പിക്കുന്നവരുടെയും കഥകളിയെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന കലാകാരന്മാരുടെയും ഒരു നല്ല മനസ്സ് മൂലം അദ്ദേഹം ഇന്നും നമ്മളുടെ കൂടെ ജീവിക്കുന്നു. അദ്ദേഹത്തെ സ്മരിക്കുന്നതോടൊപ്പം കഥകളി എന്ന കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നമുക്ക് അവസരം ലഭിക്കുകയാണ്. ഇവിടെ കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ AP അനിൽകുമാർ സാറിനെ അതിൻ്റെ കൃത്യം നിർവഹണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലും അതുപോലെ തന്നെ സദസ്സിലുമുള്ള എല്ലാവരുടെയും ആദരവ് അനുഗ്രഹം അദ്ദേഹം ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നെല്ലിയോട് അനുസ്മരണം 2026 ഉദ്ഘാടന ചടങ്ങാണ് അടുത്തതായി വേദിയിൽ നടക്കുന്നത്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വണ്ടൂരിലെ ജനപ്രിയ നായകനും നെല്ലിയോട് അനുസ്മരണ സമിതി രക്ഷാധികാരി കൂടിയായ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറാണ് എന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ്. കാരണം കഴിഞ്ഞ 4 വർഷവും അദ്ദേഹം നെല്ലിയോട് അനുസ്മരണ വേദിയിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു. അന്ന് MLA ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ കേരള നിയമസഭയിലെ ചുറുചുറുക്കുള്ള റവന്യൂ മന്ത്രിയായാണ് ഈ വേദിയിൽ എത്തിയിരിക്കുന്നത്. കാലനൂറ്റാണ്ട് പിന്നിട്ട ഹൃദയബന്ധം ഈ നാടും മന്ത്രി അനിൽകുമാറും തമ്മിലുണ്ട്. അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ നാടിനൊപ്പം നെല്ലിയോട് അനുസ്മരണ സമിതിയും അഭിമാനിക്കുന്നു. ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് ഈ വേദിയിൽ നടക്കുന്നതാണ്. വണ്ടൂരുകാരനായി ലോകം അറിയപ്പെട്ട നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിക്ക് ജന്മനാളിൽ ഉചിതമായ ഒരു സ്മാരകവും കഥകളി പഠന കേന്ദ്രവും നമ്മുടെ സ്വപ്നമാണ്. കഥകളി സാംസ്കാരിക ലോകത്തിന്റെ ആവശ്യം ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതോടൊപ്പം നെല്ലിയോട് അനുസ്മരണം 2026 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഞങ്ങളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനുമായി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട നെല്ലിയോട് അനുസ്മരണ സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ രവികുമാർക്ക്, ഈ ചടങ്ങിൻ്റെ ദീപപ്രജ്വലനം നടത്തിയ ശ്രീമതി മായാനന്ദിയോട്, പ്രിയപ്പെട്ട ശ്രീ സാനക്കുല്ലൂർ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശ്രീ പ്രദീപ്, ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ PM നാരായണൻ, അതുപോലെ തന്നെ ഏറെ ബഹുമാന്യ ശ്രീ രാജീവ്. ഇന്ന് ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ചടങ്ങ് കൂടിയായ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പുരസ്കാരം, ആടോപതാണ്ഡവം പുരസ്കാരം, അതിന് അർഹനായിട്ടുള്ള ഏറെ ബഹുമാനായ ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള അവർ, വേദിയിലുള്ള യുവ കഥകളി ഗായകനുള്ള മനോമുദ്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ സദനം ജ്യോതിഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ഏറെ പ്രിയങ്കരനായ ശ്രീ KT അച്യുതൻ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മുരളി P. സുനീതി, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, ഗുരുജനങ്ങൾ, ഇവിടെ ഈ ഒരു ചടങ്ങിന് ഇതിൻ്റെ പ്രത്യേകത സൂചിപ്പിച്ചു. കഥകളി രംഗത്ത് ഒരുപാട് മായാത്ത മുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് കടന്നുപോയ നെല്ലിയോടുന്ന കഥകളി രംഗത്തെ മഹാപ്രതിഭ നമ്മളിൽ നാട്ടിൽ 5 വർഷം പൂർത്തിയാവുകയാണ്. 5 വർഷക്കാലം പൂർത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളും കഥകളി രംഗത്ത് അദ്ദേഹം നൽകിയ വലിയ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ ഓർക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച കഥകളി രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നു എന്നുള്ളത് ഏറെ ഈ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികവായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ നെല്ലിയോട് അനുസ്മരണ സമിതി 1 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാർഷിക
അനുസ്മരണ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ 1-2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് വളരുന്നതിന് പകരം അതിൻ്റെ പ്രസക്തി കുറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒളി വാങ്ങുകയല്ല, അത് കൂടുതൽ പ്രകാശത്തോടു കൂടി ഈ ഒരു ചടങ്ങ് എല്ലാ വർഷവും ഈ സമിതി നടത്തുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ സംഘാടകരെ സൂചിപ്പിച്ചു, ഇന്ന് അനുബന്ധമായി നടന്ന കഥകളി സംബന്ധിച്ചുള്ള ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചു. യഥാർത്ഥത്തിൽ 5:30 കഥകളി ഇന്ന് നടക്കേണ്ടത്. അത് അല്പം വൈകി പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ കിടന്നു വൈകിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കഥകളി ഇവിടെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി എന്തിനു വേണ്ടി ജീവിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എന്തിനു വേണ്ടി സമർപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച ആ ഒരു വലിയ കലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്നെനിക്ക് തോന്നുന്നു. ആ കർമ്മമാണ് ഇവിടെ അനുസ്മരണ സമിതി ഒട്ടും വിളിച്ചു നിർത്താതെ ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥകളി എന്ന കലാരൂപത്തെ കുറെ കൂടി ജനകീയമാക്കുന്നതിന്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് ഓരോ അനുസ്മരണ സമ്മേളനവും ഇവിടെ മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഥകളി രംഗത്ത് ഏറെ സംഭാവന നൽകിയ നെല്ലിയോടെന്ന മഹാപ്രതിഭയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ഓർമ്മ അല്ലെങ്കിൽ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഈ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനുള്ള ശ്രമവും പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം ഈ ഒരു അനുസ്മരണ സമിതി ഏറെ ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യത്തിൽ നെല്ലിയോട് എന്നുള്ള ഒരു മഹാമനുഷ്യൻ്റെ ജീവിതം അദ്ദേഹം എന്തിനു വേണ്ടി വിളിച്ചു അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അത്തരം കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന സമിതി എന്നുള്ളതിലേക്ക് തന്നെ അവരുടേതായ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായ സമീപനം ഉണ്ടാകും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇന്ന് ഈ ചടങ്ങിനോടനുബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഈ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരങ്ങളാണ്. അതും തീർച്ചയായിട്ടും നെല്ലിയോടെന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അവാർഡുകളാണ്, ഇവിടെ പുരസ്കാരങ്ങളാണ് ഇവിടെ ഇന്ന് നൽകുന്നത്. മുതിർന്ന കഥകളി കലാകാരനായ ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള അവർ, അദ്ദേഹം കഥകളി രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു കഥകളി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ മനുഷ്യനെ ആദരിക്കുവാനും അദ്ദേഹത്തിന് പുരസ്കാരം നൽകുവാനും മുന്നോട്ട് വന്നു എന്നുള്ളത് സമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അത് ഏറ്റുവാനും, പ്രത്യേകിച്ച് നെല്ലിയോടിൻ്റെ നാമധേയത്തിലുള്ള ഒരു പുരസ്കാരം ലഭ്യമാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന ഒരു വലിയ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറെ ബഹുമാന്യായ ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. അദ്ദേഹത്തെ പ്രത്യേകം ഈ പുരസ്കാര ജേതാവായി എന്നുള്ളതിന് പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഥകളി രംഗത്ത് യുവ ഗായകനായ പ്രിയപ്പെട്ട ശ്രീ സദനം ജ്യോതിഷ് ബാബു ആദ്യമായിട്ട് ഈ വർഷം മുതൽ തുടങ്ങുന്ന മനോമുദ്ര എന്ന് പറയുന്ന അവാർഡിന് അദ്ദേഹം അർഹനായി. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നെല്ലിയോട് അനുസ്മരണം അത് വെറും ചടങ്ങുകളിൽ നിൽക്കാതെ അതിനപ്പുറത്ത് വിശാലമായ തലങ്ങളിലേക്ക് കഥകളി രംഗത്തിൻ്റെ സാധ്യതകളെ കൊണ്ടുപോകുന്നതിനും ഈ കലാരൂപത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ സ്മാരക സമിതി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നെല്ലിയോട് അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആ വലിയ മഹാപ്രതിഭയായ മഹാപുരുഷന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നെല്ലിയോട് അനുസ്മരണ വേദിയിലെ സാന്നിധ്യമായിരുന്ന ഇപ്പോൾ
ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്കുള്ള ആദരവാണ് അടുത്തതായി വേദിയിൽ നടക്കുന്നത്. അതിനായി നെല്ലിയോട് ജനറൽ കൺവീനർ ശ്രീ എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് നടന്നത് അവர்களையும் സമിതി അംഗങ്ങളെയും ക്ഷണിക്കുന്നു. ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ ഓർമ്മ എക്കാലം നിലനിർത്തുന്നതിനായി എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ശിഷ്യർ കഥകളി രംഗത്തെ മുതിർന്ന കലാകാരന് ആടോപതാണ്ഡവം എന്ന പേരിൽ ഒരു പുരസ്കാര സമർപ്പണം നൽകി വരുന്നുണ്ട്. ഈ വർഷത്തെ ആടോപതാണ്ഡവ പുരസ്കാരത്തിന് അർഹനായത് പ്രസിദ്ധ കഥകളി കലാകാരൻ ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ളയാണ്. അതോടൊപ്പം തന്നെ നെല്ലിയോട് അനുസ്മരണ സമിതിയുടെ പ്രധാന സംഘാടകനായി ഞങ്ങൾക്ക് വഴികാട്ടിയായി പ്രവർത്തിച്ച ശ്രീ മനോജ് പുലൂർ എന്ന ഉണ്ണിയേട്ടന്റെ ശാശ്വത സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നൽകിയ മനോമുദ്ര പുരസ്കാരം യുവഗായകർക്കായി നൽകാൻ തീരുമാനിച്ചിരുന്നു. ഈ വർഷം ആദ്യത്തെ മനോമുദ്ര പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രസിദ്ധ കഥകളി ഗായകൻ ശ്രീ സദന ജ്യോതിഷ് ബാബു. ഇവരെ രണ്ടുപേരെയും സദസ്സിനെ പരിചയപ്പെടുത്തുന്നതിനായി പ്രസിദ്ധ കഥകളി കലാകാരൻ ശ്രീ പീശപ്പൻ രാജീവിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, കഥകളിയിലെ വ്യാസൻ എന്ന് ചിലർ രഹസ്യമായും ചിലർ മുഖത്ത് നോക്കിയും ആദരവോടെ വിളിച്ചിട്ടുള്ള ഒരാളാണ് നെല്ലിയോടാശാൻ. നെല്ലിയോടാശാൻ്റെ പേരിലുള്ള അവാർഡ് ഈ വർഷം അത് അർഹിക്കുന്ന കരങ്ങളിൽ തന്നെയാണ് എത്തിയത് എന്ന് ചാത്തനാശാന് ഈ അവാർഡിന് വേണ്ടി തെരഞ്ഞെടുത്തതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കർമ്മധീരനായ സ്ഥിതപ്രജ്ഞനായ നെല്ലിയോടാശാന്റെ അതേ പാത പിന്തുടരുന്ന ഒരാളാണ് ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള ആശാൻ. ആശാനോടുള്ള സംസാരത്തിൻ്റെ ഇടയ്ക്ക് എന്താണ് ഈ കൊച്ചു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആശാൻ പറഞ്ഞത് അതാണ് യഥാർത്ഥത്തിൽ പേര്. നാരായണൻ എന്നുള്ളത് മുത്തശ്ശൻ്റെ പേരാണ്. അപ്പോൾ ആശാന്റെ ഓരോ സംസാരത്തിലും താൻ എവിടെ നിൽക്കുന്നു, താൻ ആരാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ട് കൂടുതൽ വിനയവാനായി, എന്നാൽ അരങ്ങിൽ തൻ്റെ ഊർജം മുഴുവൻ ഒരു ലോപവുമില്ലാതെ ഒട്ടും കുറയാതെ ചെലുത്തുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന ഊർജ സ്രോതസ്സായി മാറാനുള്ള ശേഷിയുള്ള നടനാണ് ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള. മാത്രമല്ല, കഥകളിയെ ഉപജീവനം എന്നതിനപ്പുറം അത് ഒരു സേവനമാണ്, ഒരു പ്രാർത്ഥനയാണ്. അത് അർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിവോടെ നാട്ടിൽ ഒരു കലാസ്ഥാപനം നടത്തുന്നു. അവിടെ നിങ്ങൾക്ക് കല അഭ്യസിക്കാം, നിങ്ങൾക്ക് അവിടെ വന്ന് കല അഭ്യസിക്കാം. അതിന് പ്രത്യേകിച്ച് ഫീസുകളൊന്നും നൽകേണ്ടതില്ല. ഇത് തുടങ്ങിയിട്ട് അനവധി വർഷങ്ങളായി. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ലോകത്ത് സകലതും വാണിജ്യവൽക്കരിക്കപ്പെടുകയും കച്ചവടത്തിൻ്റെ പുതിയ മേഖലകളെ അന്വേഷിക്കുകയും ചെയ്യുന്ന കലാലോകത്തിൻ്റെ കാലുഷ്യത്തിനിടയിൽ ഇതുപോലെ നിഷ്കളങ്കനായി, നിർമ്മമനായി, സ്ഥിതപ്രജ്ഞനായി ചാത്തന്നൂരാശാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആടോപതാണ്ഡവം ഇക്കൊല്ലം അദ്ദേഹത്തിൻ്റെ കലകളിൽ എത്തിക്കാൻ കാരണമായത് എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ദീർഘമായ 65 വർഷത്തെ കലാപാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുനാഥൻ നാട്ടിൽ തന്നെയുള്ള ഓയൂർ മാധുപിള്ള ആശാനാണ്. അതിനുശേഷം കലാനിലയത്തിലെത്തുകയും കലാനിലയത്തിൽ കലാമണ്ഡലനാശാന്റെയും മാങ്കുളം വിഷ്ണു നമ്പൂരിയുടെയും ഒക്കെ കീഴിൽ അഭ്യസിക്കുകയൊക്കെ ചെയ്ത അദ്ദേഹം ദീർഘകാലം ഒരു ഉഴിച്ചിൽക്കാരനാണ്. തിരുമ്മൽ കഥകളി അഭ്യസിക്കുന്നവരെ കഥകളിച്ചിട്ടയിൽ, അത് വടക്കൻ സമ്പ്രദായത്തിലുള്ള തിരുമ്മലല്ല, തെക്കൻ സമ്പ്രദായത്തിലെ തിരുമ്മൽ എന്ന് പറയുന്നത്
ഉഴിച്ചിലിനോട് സാമ്യമുള്ള തിരുമൽ, കുറെ കൂടി ശാസ്ത്രീയത അവകാശപ്പെടാവുന്ന ഉഴിച്ചിലിന് മാത്രം, തിരുമലിന് മാത്രം പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട് മാർഗി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനത്തിൽ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു. എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ഉഴിച്ചിൽ എന്നുള്ളത് അനാവശ്യമാണെന്നറിയാം, ആ തസ്തിക ആവശ്യമില്ലാത്തതാണെന്ന് അവർ പറയുമ്പോൾ ആരോട് പ്രതിഷേധിക്കാതെയും ആരെയും പ്രകോപിപ്പിക്കാതെയും അവിടെ ഇറങ്ങിപ്പോരുകയും എന്നിട്ടും തൻ്റെ കലാപ്രവർത്തനം അനുസ്യൂതം ഒരു അവകാശവാദങ്ങൾക്ക് മുതിരാതെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ചാത്തന്നൂരാശാനെ, നെല്ലിയോണാശാനെ അനുസ്മരിക്കുന്ന ഈ സദസ്സിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. അദ്ദേഹം സന്ദർശിച്ച വിദേശയാത്രകൾ വിദേശ രാജ്യങ്ങൾ അനവധിയാണ്. അദ്ദേഹം അഭിനയിച്ച വേഷങ്ങൾ അനവധിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഭവം 65 വർഷം നീണ്ടു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അരങ്ങ അനുഭവം മുഴുവൻ ഊർജ്ജമാക്കി മാറ്റി ഇന്നും ചുറുചുറുക്കോടെ അരങ്ങ് ഭരിക്കുന്ന, അരങ്ങത്ത് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നുമില്ലാത്ത വളരെ വളരെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന വിനയത്തിൻ്റെ മൂർത്തിമഭാവമായ ചാത്തന്നൂരാശാന് ദീർഘായുസ്സും ഈ കലാരംഗത്ത് നെല്ലിയോണാശാന്റെ സ്മരണാർത്ഥമുള്ള ഈ ആദോമ താണ്ഡവം എന്ന പുരസ്കാര ലബ്ധിയോടെ കൂടുതൽ ഊർജവും തേജസ്സും കൈവരുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹത്തെ സവിനയം ഈ സദസ്സിന് പരിചയപ്പെടുത്തുകയാണ്. മനോമുദ്ര അവാർഡ് നേടിയ ജ്യോതിഷ് ബാബുവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് മനോജിനെ സ്മരിക്കാറില്ല. പുല്ലൂർ മനോജ് 1985-ലാണ് ഞാൻ മനോജിനെ പരിചയപ്പെട്ടത്. അന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ RMV രാധാകൃഷ്ണൻ പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടി സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കാൻ അർഹത നേടി. പക്ഷേ രാധാകൃഷ്ണൻ ആ കുട്ടിയുടെ കൂടെ സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, നന്ദിയൊക്കെ ചെല്ലുന്നു. ആ കുട്ടിയുടെ കൂടെ ഞാൻ കോഴിക്കോട് എത്തി. അപ്പം അന്നത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ആരെയാണ് പാടാൻ കിട്ടിയത് അവരോട് പാടിക്കുക, അവരെ ആരെ പൊട്ടാൻ കിട്ടിയ അവരെയൊക്കെ പൊട്ടിക്കുക, അവിടെ ആരെ ചുറ്റിക്കാർ കിട്ടിയ അവരെ ചുറ്റും. അത്രയ്ക്ക് മത്സരം. ഇന്നത്തെ പോലെ വല്ലാത്ത കാര്യക്ഷമില്ലാത്ത ഒരു മത്സരകാലമായിരുന്നു. അന്നപ്പോൾ പാലനാട് ദിവാരേട്ടനെ കളിക്കും. ദിവാരേട്ടാണ് ഈ പാർശ്വതി മോസയ്ക്കുള്ള ഭാഗമാണ് കളിക്കുന്നത്. ഇന്ന് പാടിത്തരണം. എന്താ പാടാലോ എന്നാൽ ഇയാളും കുടിക്കോട്ടെ. ഇത് എൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്ന ആളാണ് മനോജ്, ഇതുവരെയാണ്. എന്നാണ് മനോജിനെ അദ്ദേഹം കാണും. അപ്പോൾ കണ്ട് പരിചയപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു വലിയ ഫ്യൂഡൽ പാരമ്പര്യത്തിൽ, ഒരു ജന്മി കുടുംബത്തിൻ്റെ പാരമ്പര്യം നേടുന്ന ഒരു മനുഷ്യൻ, കലയുടെ, കഥകളിയുടെയും ചിത്രകലയുടെയും ഒക്കെ അറിവും കഴിവും തെളിവും മികവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ, മുറുക്ക് പോലുള്ള അസഹജമായ സ്വഭാവങ്ങളും ഫലിതവും ഒക്കെയുള്ള മനുഷ്യൻ. അദ്ദേഹം എത്ര നിർമ്മമായി കലാരംഗത്ത് വളരെ സത്യസന്ധമായി ഇടപെടാൻ കഴിവുള്ള ഒരാളായിരുന്നു ശ്രീ മനോജ്. അദ്ദേഹത്തിൻ്റെ ചിത്രവരകളെ കുറിച്ച് അദ്ദേഹം സ്വയം കൊട്ടിഘോഷിച്ച് പറഞ്ഞു നടന്നില്ല. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലെ നൈപുണ്യത്തെ കുറിച്ച് അദ്ദേഹം ആരോടും വീമ്പറക്കി നടന്നിട്ടില്ല. ഒരുപക്ഷെ എല്ലാ പ്രിവിലേജുകളും ഉണ്ടായിട്ടും ആ പ്രിവിലേജിൽ നിന്നും ഒരു പിൻബലവും പറ്റാതെ അവരവരുടെ പ്രയത്നം വളരെ നിശബ്ദമായി വീട്ടിലെ ചുവടുകളിലും ചിലപ്പോൾ അപൂർവ ചില സ്ഥലങ്ങളിലൊക്കെ ചിത്രം വരയ്ക്കുകയും ചില മൂളിപ്പാട്ട് പാടുകയും ചില കവിതകൾ എഴുതുകയും ചില സംഗതികൾ ട്യൂൺ ചെയ്യുകയും ചില അരങ്ങത്ത് പാടുകയും ഒക്കെ ചെയ്യുന്ന തികച്ചും സമാന്തരവും ശാന്തവുമായ ഒരു കലാജീവിതം നയിച്ച മനുഷ്യൻ. 60-ാം പിറന്നാള് അദ്ദേഹം ആഗ്രഹിച്ച പോലെ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചതിന് ശേഷം ഒരു പക്ഷേ കുറച്ചു കാലം കൂടി നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാം വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച നിമിഷത്തിലാണ് പോയത്. പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ മരണം എന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത യാഥാർത്ഥ്യമായതുകൊണ്ട്
ഉള്ളൊരു ഉണ്ണി ആഗ്രഹിച്ച പല മേഖലകളിലും ഉണ്ണിക്ക് കൈവയ്ക്കാനും തൻ്റെ മുദ്ര ചാർത്താനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ആട്ടക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക്, ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക്, കഥകളി പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്, സഹൈര്യം സൗഹൃദം സ്വന്തം അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്ന പച്ച മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒക്കെ ഉള്ളൂർ ഉണ്ണിയെ സ്മരിക്കാതെ ഈ മനോമുദ്ര ഇവിടെ പൂർണ്ണമാവില്ല. ഒരു പക്ഷേ അവിടെയും യാദൃച്ഛികതയുടെ വലിയൊരു അത്ഭുതം കാണുന്നു. മനോമുദ്ര പുരസ്കാരത്തിന് ആദ്യമായി അർഹനാകുന്നത് ശ്രീ സദനം ജ്യോതിഷ് ബാബുവാണ്. ജ്യോതിഷ് ബാബു മലപ്പുറം ജില്ലയിലെ ഈ ഇവിടെ അടുത്തവിടെയാണ് ജ്യോതിഷ് ബാബുവിന്. ആ അമ്മ പോയി. ജ്യോതിഷ് ബാബു സ്വയം പറയാറ് കഥകളി സംഗീതം അഭ്യസിക്കുക, കഥകളി പഠിക്കുക, കഥകളി സംഗീതം അഭ്യസിക്കുക എന്നുള്ള ക്രമമൊന്നും നിർത്ത് അങ്ങനെ വന്നുപോയതല്ല. യാദൃച്ഛികത ഒരു വേറെ പ്രിവിലേജൊന്നും ഇല്ലാതെ വേറെ പാരമ്പര്യത്തിൻ്റെയോ ഒന്നും അവകാശപ്പെടാനില്ലാതെ ഒരു സാധാരണ കുടുംബത്തിൽ പോലുവിൻ്റെയും കമലത്തിൻ്റെയും പുത്രനായി സാധാരണ കുടുംബത്തിൽ ദരിദ്രം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാവുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടി സ്വതസിദ്ധമായി ലഭിച്ച സംഗീത മാതൃകയെ പുഷ്ടിപ്പെടുത്താൻ കിട്ടിയ ഒരവസരത്തെ അതിസമർത്ഥമായി വിനയ പുരസ്സരം ഉപയോഗിച്ചതിന് നേർസാക്ഷ്യമാണ് ജ്യോതിഷ് ബാബു കഥകളി സംഗീത സദനം കഥകളി അക്കാദമിയിൽ കലാമണ്ഡലം നാരായണപൂരി ആചാര്യയും സദനം ശിവദാസന്റെയും ശിക്ഷണത്തിൽ കഥകളി സംഗീതം അഭ്യസിച്ചു എന്ന് മാത്രമല്ല ജ്യോതിഷ് ബാബുവിനെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയായി അടയാളപ്പെടുത്തുന്നത്. ജ്യോതിഷ് ബാബുവിനുള്ള അവരാണെങ്കിൽ അത് അരങ്ങത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ദൃശ്യമാവുന്ന രീതിയിൽ ജ്യോതിഷ് ബാബുവിന്റെ സാന്നിധ്യം എല്ലാ അരങ്ങുകളിലും പ്രകടമാണ്. അവിടെ അരങ്ങിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുടെ ചുമതല ഭാഗവതരുടേതാണെന്ന തികഞ്ഞ ബോധ്യം ജ്യോതിഷ് ബാബുവിന്റെ ഭാഗത്ത് പലപ്പോഴും നമ്മളെല്ലാവരും ദർശിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ സമയത്ത് ശംഖ് വിളിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, ഒരു സമയത്ത് പീഠം യഥാർത്ഥ സ്ഥലത്ത് എത്തിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, ഒരു ആയുധം വേഷക്കാരുടെ കയ്യിൽ കൊടുക്കേണ്ടതാണെന്ന് അങ്ങനെ. എന്തിന് നമ്മുടെ വിട്ടുപോയ അകാലത്തിൽ വിട്ടുപോയ ഹരിയാനായരുടെ അകർച്ചയ്ക്കൊപ്പം ജ്യോതിഷ് ബാബുവിന്റെ പാട്ട് നമ്മുടെ എത്ര വട്ടം കേട്ടു എന്നത്. അപ്പോൾ സ്വയം സമർപ്പിക്കുന്ന, പ്രത്യേകിച്ച് അഡീഷണലായിട്ട് ഒന്നും ആഗ്രഹിക്കാതെ തൻ്റെ കഴിവുകൾ വളരെ ആത്മവിശ്വാസത്തോടെ അരങ്ങത്ത് ചെലുത്തുന്ന ജ്യോതിഷ് ബാബുവാണ് ഈ കാലത്തെ കഥകളി സംഗീതത്തിന്റെ പുണ്യം. മാത്രമല്ല ജ്യോതിഷ് ബാബുവിന്റെ പ്രത്യേകത താൻ ഇടപെടുന്ന മേഖലയിൽ 100% ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ടത് പോലെ അത് ചെയ്യാനുള്ള ആർജവും സദനത്തിലെ കഥകളി ശിക്ഷണത്തിൽ നിന്ന് കിട്ടിയതാണോ അതോ അദ്ദേഹത്തിന്റെ പ്രിവിലേജ്, ഒരു പക്ഷേ അദ്ദേഹത്തിന് ജന്മസിദ്ധമായി കിട്ടിയ മറ്റ് സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലെങ്കിൽ കൂടി ആ വ്യക്തിത്വം, ഐഡന്റിറ്റി, അവരുടെ വ്യക്തിത്വം കളഞ്ഞു കൊടുക്കാതെ എല്ലാവരോടും തല ഉയർത്തി നിന്ന് സംസാരിക്കാനും കഥകളിക്ക് വേണ്ടി സദനം കഥകളി അക്കാദമിയെ ഏതെങ്കിലും ഒരാൾ ഇകഴ്ത്തി പറയുന്ന ഒരു സദസ്സിൽ അതിനെതിരെ ഒരു മണിയും കൂടെ പ്രതികരിക്കാൻ ജ്യോതിഷ് ബാബുവിന് ആലോചിക്കേണ്ടി വരാറില്ല. കഥകളിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും തന്റെ കഴിവിന്റെ പരമാവധി 100% നൽകാൻ ജ്യോതിഷ് ബാബു എന്നും തരുന്നതിനാണ്. കുറച്ചും നിങ്ങൾ കണ്ടു, ജ്യോതിഷ് ബാബു ആവശ്യപ്പെട്ട ഉടനെ അതിനു മുമ്പ് മുൻകരുതലുകളൊന്നും ചെയ്യാതെ നമ്മുടെ ഈ അരങ്ങിന്റെ ഒരു ഭാഗമാവാൻ, ആ താൻ നിൽക്കുന്ന ഇടമാണ് തന്റെ ഇടം എന്ന് സ്വയം ബോധ്യപ്പെടുകയും നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രീ സദനം ജ്യോതിഷ് ബാബുവിന്റെ ഈ മനോമുദ്ര പുരസ്കാരം മനോജിന്റെ ഹൃദയമറിഞ്ഞ, മനസ്സറിഞ്ഞ ഒരു പുരസ്കാരമായിരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. മനോജിന്റെ മകന്റെ പേര് സാരൻ, ജ്യോതിഷ് ബാബുവിന്റെ മകന്റെ പേര് സാരൻ. യാദൃച്ഛികതകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഗായകൻ ഇനിയും ഉയരങ്ങൾ കീഴടക്കുകയും നമ്മളെയൊക്കെ ഇനിയും പ്രചോദിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സദനം ജ്യോതിഷ് ബാബുവിനെ അഭിനന്ദിക്കുകയും ഈ സദസ്സിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. നന്ദി. നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ
റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ സാറിനെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള ആശാനെയും ബഹുമാനത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു. താങ്ക് യു സർ. താങ്ക് യു ആശാൻ. ശ്രീ മനോജ് പുല്ലൂർ എന്ന ഉണ്ണിയേട്ടന്റെ ശാശ്വത സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ രൂപം നൽകിയ മനോമുദ്ര പുരസ്കാരം മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി പ്രസിദ്ധ കഥകളികാരൻ ശ്രീ സദന ജ്യോതിഷ് ബാബു സാദരം ക്ഷണിച്ചു. വൈകിയ കാലത്ത് ഉണ്ണി അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന മനോജ് പുല്ലൂർ നെല്ലിയോട് അനുസരണ സംഘാടന സമിതിയിലെ അമരക്കാരെ പ്രധാനിയായിരുന്നു. ആദ്യകാലങ്ങളിൽ സംഗീതോപകരണങ്ങൾ തുടങ്ങിയ തന്റെ കലാപ്രവർത്തനങ്ങൾ കഥകളി സംഗീതം, ചിത്രരചന, ശില്പരചന, കവിതാരചന എന്നിങ്ങനെ പല മേഖലകളിലേക്കും ശ്രദ്ധ കൊടുത്തിരുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. 2 വർഷം മുമ്പ് സൗന്ദര്യലഹരി എന്ന ആട്ടക്കഥ രചിക്കുകയും പല അരങ്ങിലും അത് അവതരിക്കപ്പെടുകയും ആസ്വാദകരിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആട്ടക്കഥയായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നെല്ലിയോട് അനുസ്മരണ വേദിയിൽ ഒരു അടയാളപ്പെടുത്തൽ ആഗ്രഹിച്ച സംഘാടക സമിതി വളർന്നു വരുന്ന യുവ കഥകളി ഗായകർക്കായി ഒരു അവാർഡ് നൽകാൻ തീരുമാനിച്ചപ്പോൾ പൂർണ്ണ പിന്തുണയുമായി അദ്ദേഹത്തിന്റെ കുടുംബവും മുന്നോട്ട് വന്നു. അങ്ങനെ മനോമുദ്ര എന്ന പേരിൽ ഈ വേദിയിൽ അവാർഡ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ആ സ്മരണയ്ക്ക് മുമ്പിൽ സാദരം പ്രണാമർപ്പിച്ചുകൊണ്ട് ആദ്യത്തെ മനോമുദ്ര അവാർഡ് ശ്രീ സദന ജ്യോതിഷ് ബാബുവിന് സമ്മാനിക്കപ്പെടുന്നു. താങ്ക് യു. അടുത്തതായി നെല്ലിയോട് അനുസ്മരണ സമിതിയുടെ ഭാഗമായി ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ അരങ്ങ ഭാഷ്യങ്ങളെക്കുറിച്ചും കഥകളിയിൽ അദ്ദേഹത്തിൻ്റെതായ പരിഷ്കാരങ്ങളെക്കുറിച്ചും വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കലാരംഗത്തുള്ള ഇടപെടലുകളെക്കുറിച്ചും അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. ഈ വർഷത്തെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കലാനിരൂപകൻ, കഥകളി സംഘാടകൻ എന്ന നിലയിലെല്ലാം പ്രസിദ്ധനായ ശ്രീ PM നാരായണനാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നെല്ലിയോടിനെ അനുസ്മരിക്കുക എന്നാണ്, കഥകളിയെ ഓർത്തെടുക്കുക എന്നുള്ള യഥാർത്ഥം ഞാൻ കരുതി. എത്രയോ കലാകാരന്മാർ കാലയളവിൽ മറഞ്ഞുപോയ അനവധി കലാകാരന്മാരെയും അവരുടെ കലാപ്രവർത്തനങ്ങളെയും മനസ്സുകൊണ്ടെങ്കിലും കാണാൻ, മനസ്സിൽ ഓർത്തെടുക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഇത്തരം അനുസ്മരണങ്ങൾ. നെല്ലിയോടിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളതിൽ വളരെ വ്യക്തിപരമായ അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ മനസ്സിൽ തോന്നിയ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ ചെയ്യാനുള്ളത്. വളരെ കുറച്ച് സമയം ഉപയോഗിച്ചു. കഴിഞ്ഞ വർഷം കലാഭരനായിരുന്നു അനുസ്മരണ പ്രവർത്തനം നടത്തിയത്. ഒരുവിധം നെല്ലിയോടിൻ്റെ വേഷങ്ങളെ മുഴുവൻ വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹമാണ് സംസാരിച്ചത്. ഒരു വളരെ വ്യക്തിപരമായ ഒരു അനുഭവം എന്ന് എനിക്ക് തുടങ്ങാൻ തോന്നുന്നു. എൻ്റെ നാട്ടിലെ എലമ്പലശ്ശേരി നാലിശ്ശേരിക്കാവിലെ കഥകളിക്ക് നെല്ലിയോട് 3-4 തവണ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം വന്ന വർഷമല്ല,
കൊല്ലം കഴിഞ്ഞ് 90കളുടെ ആദ്യമാണെന്ന് തോന്നുന്നു. അന്ന് രാജസൂയം ജനാസന്ധനായിരുന്നു അദ്ദേഹം നിശ്ചയിച്ചിരുന്ന വേഷമൊക്കെ കഴിഞ്ഞ് അവിടെ അമ്പലത്തിൽ നിന്ന് എൻ്റെ ഇല്ലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ നടന്ന് വന്ന് അടുത്തൊരു കൊച്ചു അമ്പലമുണ്ട്. അവിടെ നല്ല പുറത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ദേവാലയമൊക്കെ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ അന്നൊരു 7:25 ബസ് മണ്ണാർക്കാടേക്കാണ് അദ്ദേഹത്തിന് പോകേണ്ടത്. മണ്ണാർക്കാടേക്ക് ചരക്കപ്പടി അദ്ദേഹത്തിൻ്റെ അവിടെ താമസിക്കുന്നത്, അവിടെ പോകണം. അപ്പോൾ 7:25 നമുക്ക് ഏതാണ്ട് 7:20 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് ഒരുപാട് ബസ്സൊന്നുമില്ല, ഓട്ടോറിക്ഷയില്ല, അങ്ങനെയൊക്കെ ഒരു കാലമാണ്. അപ്പോൾ ഞാനിങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ട്. ബസ് പോലും രൂപയൊക്കെ ഇട്ട് അങ്ങനെ മറന്ന് അവർ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തൊരു ചുണ്ട നിറച്ച് പൂവിട്ട് നിൽക്കുന്നു. ഇത് കണ്ടോടുകൂടി നെല്ലിയോട് കുറച്ചിനകത്തേക്ക് ബസ്സും പോകലൊക്കെ മാറുന്നു. ചുണ്ടപ്പോ എന്നുകൊണ്ട് വേഗം അതിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു കടലാസ് നുള്ളി എടുക്കാറുണ്ട്. മുഴുവൻ അതിലുള്ള മുഴുവൻ നുള്ളി കഴിഞ്ഞ് അങ്ങനത്തെ അത് നുള്ളിടുമ്പോഴാണ് ബസ് പോയാൽ പിന്നെ ചുരുങ്ങിയത് 9 മണിക്കൂർ നേരത്തേക്ക് പിന്നെ വാഹനമൊക്കെ കിട്ടുന്ന നല്ല രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പേപ്പറും രാത്രി കളിയിട്ട് തുടങ്ങി പോകണം. ഇതിപ്പോൾ ഒരു മണിക്കൂർ അവിടെ പോയിട്ട് എല്ലാത്തിനൊക്കെയാണ് പോകണം. പിന്നെ ആകെ പരിഭ്രമമായി. പക്ഷേ അദ്ദേഹം ആ പൂവ് മുഴുവൻ നുള്ളിയെടുത്ത് കടലാസൊക്കെ കൊടുത്ത് കവർക്ക് കൊടുത്ത് അതിലൊക്കെ പൊതിഞ്ഞ് എന്തോ അവർ 2 മിനിറ്റെങ്കിലും ബസ് വൈകിയിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബസ് കിട്ടില്ല. ഞാനിതിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യം സാധിപ്പിച്ചു എന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റെന്തിനേക്കാളും മീതെയാണ് കഥകളി എന്നും കഥകളിയുടെ വളരെ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള അംശങ്ങൾ പോലും ഏത് സമയത്തും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ടെന്നും അതിന് കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതെന്നും ആ തിരക്കിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വ്യക്തിപരമായ നഷ്ടം സംഭവിച്ചാൽ നഷ്ടം സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ് നെല്ലിയോടിനുണ്ട് എന്ന രീതിയിലാണ് ഞാനതിനെ വായിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ധാരാളം എനിക്കുണ്ടായിരുന്നു. ഒറ്റ അനുഭവം ചെയ്യുന്നുണ്ടായത് ഒരു നളയനം 3-ാം ദിവസവും ബാല്യോത്സവം ഒരു ഭാര്യയാണ് നെല്ലിയോടിൻ്റെ വേഷം. സന്ധ്യയ്ക്കാൻ വന്ന് കുളിച്ച് തൊഴുതൊക്കെ ചെയ്തിട്ട് നടക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് എന്തോ പ്രസാദം കൊടുത്തപ്പോൾ കളഭം കുറച്ച് അധികം വേണമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കൊടുത്ത് അദ്ദേഹം അതൊന്നും അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ നെല്ലി നളയനം 3-ാം ദിവസം സുദേവൻ ചെയ്തിരുന്ന അന്ന് വൈക്കൻ്റെ ആകാശം. അപ്പോൾ വൈക്കൻ്റെ ആകാശം ഈ വേഷം ഒരുക്കേണ്ട സമയത്ത് അപ്പോൾ രാത്രി 1 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് കളഭം വേണമെന്ന് തോന്നുന്നു. അയ്യോ ഇപ്പം കടപ്പുണ്ടാക്കാൻ മിസ്സില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്പലത്തിലേക്ക് ഞാൻ ചോദിച്ചു വരാമെന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അമ്പലമൊക്കെ നടയിൽ അടച്ചിട്ടുണ്ടായില്ല. കഥകളി കാണുന്ന കുറച്ച് ആലോചിച്ച് വേറെ തുടങ്ങിയില്ല. ഞാൻ തിരിച്ചോടി വന്നിട്ട് കഥകളി സംഘാടകൻ കുഞ്ചുവേട്ടനാണ്. കുഞ്ചുവേട്ടനോട് പറഞ്ഞു അങ്ങനെ കരുണാരാശൻ കളപ്പം ചോദിച്ചു. അപ്പോൾ എന്താ എനിക്ക് കാണുന്നുണ്ട് പോകാതിരുന്നാൽ മതി, അത് എന്തെങ്കിലും ആൾക്കാർ ചോദിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പോകുന്നത് പിന്നെ ആ വേഷം അപ്പൊന്നും അറിയില്ല. വേഷം ഒരുങ്ങിയപ്പോൾ നല്ല വിസ്തരിച്ച് കളപ്പം അതൊക്കെ ഇട്ടിട്ടാണ് സുദേവൻ അരങ്ങത്ത് വരുന്നത്. അപ്പോൾ എങ്ങനെയാണോ എന്താ സംഘടിപ്പിച്ചതെന്ന് അറിയില്ല. പിന്നെയാണ് മനസ്സിലായത് നെല്ലിയോട് ആശാൻ ഈ കളപ്പം വാങ്ങിയത് ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഇത് അവിടെ അണിയറക്കാരെ എല്ലാവരെയും ഏൽപ്പിച്ചാണ്. ഇത് വേണ്ടി വരും സുദേവൻ എന്ന് കണ്ടിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സ്വന്തം കാര്യമൊന്നുമല്ല. അപ്പോൾ സുദേവൻ കളപ്പം കിട്ടുമോ ചന്ദ്രൻ കിട്ടുമോ ഭാര്യയായിട്ട് വരുന്ന നെല്ലിയോടിനാക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഇതുപോലത്തെ ഒരുപാട് അനുഭവം, ഇത്തരം വ്യക്തിപരമായ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ കഥകളിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് പ്രതിബദ്ധത കാണിക്കുന്നതാണ്. അതിന് കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ വാഴകര കുഞ്ഞുനായനാശാനായിരുന്നു. വാഴകര കുഞ്ഞുനായനാശാൻ കഥകളിയുടെ
ഡി വാസുവിനൊക്കെ കുഞ്ഞാരാശൻ്റെ ശിഷ്യരാണ്. അദ്ദേഹത്തിൻ്റെ മകനായ വിജയനുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകതകളുള്ള 2 ശിഷ്യന്മാർ കുഞ്ഞാരാശനുണ്ടായി. ഒന്ന് കോട്ടക്കൽ ശിവരാമനും മറ്റൊരു നെല്ലിയോടും. രണ്ടുപേരും കുഞ്ഞാരാശൻ ചെയ്തിരുന്ന, സ്ഥിരമായി ചെയ്തിരുന്ന, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നിലനിൽക്കുന്ന വേഷങ്ങളല്ല ചെയ്തിരുന്നത്. പക്ഷേ കുഞ്ഞാരാശൻ എന്താണോ കഥകളി എന്ന രീതിയിൽ തൻ്റെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് പൂർണ്ണമായി ഉൾക്കൊണ്ട് തങ്ങളുടെ മേഖലയിൽ, സ്ത്രീവേഷത്തിൻ്റെ മേഖലയിൽ ശിവരാമേശ്വരം, താടി വേഷങ്ങളുടെ മേഖലയിൽ നെല്ലിയോടും ഒരേ പ്രവർത്തനമാണ് ചെയ്തത്. ഈ ഒരു വലിയ ഗുരുനാഥനെ ലഭിച്ചതാണ് സത്യത്തിൽ അദ്ദേഹം. ആ ഗുരുനാഥനെ ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തതൊക്കെ തൻ്റെ മേഖലയിൽ എങ്ങനെ പരിവർത്തിപ്പിച്ചുകൊണ്ട് എങ്ങനെ വഴിയൊന്നും അതേ വഴിയിൽ കൂടി നീക്കുമ്പോഴും എങ്ങനെ തൻ്റെ കാലുകൾ അത് കാണണമെന്ന് നോക്കിക്കൊണ്ട് ആണ് അദ്ദേഹം തൻ്റെ കലാജീവിതം മുഴുവൻ. അതിൽ പ്രധാനമായും ചെയ്തത് താടി വേഷങ്ങളാണ്. കരിവേഷങ്ങളുണ്ട്, അപൂർവം മിനിറ്റ് വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആ കാലം. അതിലെ എല്ലാത്തിലും ഈ ഗുരുനാഥൻ്റെ കഥാപാത്ര സൃഷ്ടിയെക്കുറിച്ചുള്ള ധാരണ, അദ്ദേഹത്തിലുള്ള ധാരണകൾ കൃത്യമായിട്ട് അരങ്ങത്ത് അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പരിചയക്കാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ട് പഠിച്ച അവരോടൊക്കെ ഈ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മുടെ താടിവേഷത്തിൽ 2 തരത്തിൽ അവിടെ കുഞ്ഞുനാരാശൻ്റെ ശിഷ്യത്തിൽ. രണ്ടാമത് താടിവേഷത്തിന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് വലിയ മാറ്റം. പണ്ടുകാലത്ത് താടിവേഷത്തെ 4 ഗുണങ്ങൾ വെച്ചുകൊണ്ടാണ് താടിവേഷങ്ങളുടെ നിലവാരമാണ് അളന്നിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. അത് നോക്ക്, ഊക്ക്, അലർച്ച, പകർച്ച എന്നതാണ്. ഇതിൽ നെല്ലിയോടിനെ അറിയുന്നുണ്ടാവുക. പണ്ടത്തെ താടിവേഷക്കാരൊക്കെ അവരുടെ നോക്കുകൊണ്ടും, നമ്മൾ ഉത്തരവ് ഗോവിന്ദ പണിക്കരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഉത്തരവ് ഗോവിന്ദ പണിക്കരെ വെറുതെ കെട്ടിയിട്ടുള്ള അലർച്ച കെട്ടിയിട്ട് തൊട്ടപ്പുറത്ത് പറമ്പിൽ കെട്ടിയിട്ടിരുന്ന ആന ചകല പഠിപ്പിച്ച് ഓടിയ കാഴ്ചയൊക്കെ. അപ്പോൾ നോക്കും, ഊക്കും, അലർച്ചയും പകർച്ചയും ചേർന്നതാണ് ഒരു താടിവേഷം. നമ്മളൊക്കെ കഥകളി കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക, ആദ്യം നമ്മളെ കണ്ടിൽപ്പെട്ടിട്ടുണ്ടാവുക ഒരിക്കലും പച്ചവേഷമോ കത്തിവേഷമോ വിരുക്കുവേഷമോ അല്ല, വെളിച്ചം നമ്മുടെ ഉറപ്പുണർത്തുന്ന താടിവേഷങ്ങളായിരിക്കും. ആ താടിവേഷങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ 4 ഘടകങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. നെല്ലിയോട് ഇതിലൊരു വലിയ അഴിച്ചുപണി നടത്തി. നോക്ക്, അലർച്ച, അത് വലിയ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യാനുള്ള. പക്ഷെ അദ്ദേഹം പിടിച്ചത് മറ്റ് 2 ഗുണങ്ങളാണ്. ഒന്ന് ഊക്ക് എന്നുള്ള ഒരു നിലവ്, 2 പകർച്ച എന്നുള്ളത്. ഊക്ക് എന്ന് പറഞ്ഞാൽ കഥകളി വേഷമല്ല, എന്താ പറയുക, ചുവന്നാടി വേഷങ്ങളുടെ അരങ്ങത്തുണർത്തുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നതിൻ്റെ ശക്തി എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടത്. അവിടെ ചെയ്യുന്ന ഓരോ മുദ്രയും ഓരോ ഭാവവും ഓരോ കലാശവും അതൊക്കെ ഉണ്ട്. അത് വല്ലാത്തൊരു ശാരീരിക ശക്തിയുടെ പ്രകടനമായിട്ടാണ് ഊക്കിനെ നമ്മൾ അന്ന് വരാൻ പറഞ്ഞത്. നെല്ലിയോട് അതിനെ അത് മാത്രമാവില്ല. നാണുമാരാശാനും അതുപോലെ തെക്കോടൊക്കെ വെച്ചു രാമപിള്ളാശാനൊക്കെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ ഊക്കിനെ അദ്ദേഹം പുനർനിർമ്മിച്ച് വേഷത്തിൻ്റെ ഒരു ഊക്കായിട്ടല്ല, കഥാപാത്രത്തിൻ്റെ ഉൾബലമായിട്ട്, കഥാപാത്രത്തിൻ്റെ മാനസിക അവസ്ഥയ്ക്കനുസരിച്ച് അതിന് കിട്ടുന്ന ബലമായിട്ടാണ് അദ്ദേഹം ഊക്കിനെ വ്യാഖ്യാനിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ താടിവേഷങ്ങളും എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ പകർച്ചയ്ക്ക് ഉണ്ടായിരുന്ന വേഷപ്പകർച്ച എന്നാണ് വാക്ക് കഥകളിൽ ഉപയോഗിക്കുന്നതാണ്. വേഷത്തിന് മാത്രമല്ല പകർച്ച, കഥാപാത്രത്തിനും അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ പകർച്ചയാണ് യഥാർത്ഥ പകർച്ച എന്ന് നെല്ലിയോട് നമ്മളെ ബോധ്യപ്പെടുത്തി. ഈ 2 ഗുണങ്ങളെ തൻ്റേതായ രീതിയിൽ ഗുരുനാഥനായ കുഞ്ഞുനാരാശൻ്റെ ഉപദേശങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് കഥകളി അരങ്ങിൽ പ്രായോഗികമാക്കി കാണിച്ചു തന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നെല്ലിയോടിൻ്റെ ഏറ്റവും വലിയ
സംഭാവന അല്ലെങ്കിൽ നെല്ലിയോട് ചെയ്ത ഏറ്റവും വലിയ കൃത്യം എന്ന് എനിക്ക് തോന്നുന്നു. ഈ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണ അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് കുഞ്ഞുപിള്ളത്തമ്പുരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കെ ശരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നെല്ലിയോട് സത്യത്തിൽ ചെയ്തത് കുഞ്ഞുനാരാശാന്റെ വഴി അതാണ്, അല്ലെങ്കിൽ കുഞ്ഞുനാരാശാന്റെ വഴി ഏതൊക്കെ തരത്തിൽ നാം ഉപയോഗിക്കാറുണ്ട്. അപ്പുറത്ത് നിന്ന് തൊട്ടപ്പുറത്ത് നിന്ന് ശിവരാമാശാൻ തന്നെ ചെയ്തത്. അങ്ങനെ കുഞ്ഞുനാരാശാന്റെ വഴി, ആ വഴിയാണ് അല്ലെങ്കിൽ കഥാപാത്രം എന്ന് പറയുന്ന വേഷം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കഥാപാത്രം എന്നൊരു നിലനിൽപ്പ് ഈ കഥകളി എല്ലാ കലയ്ക്കുമുണ്ട്, കളിക്കുന്ന എല്ലാ കലയ്ക്കുമുണ്ട്. അത് കഥകളി വേഷം എന്നിട്ട് ഒതുങ്ങാതെ കഥാപാത്രം എന്നിട്ട് ആഴവും ഉയരവും കൂട്ടിക്കൊണ്ട് അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ കാര്യവേഷക്കാർ മുഴുവൻ അറിഞ്ഞോ അറിയാതെയോ പിന്തുടരുന്ന ഭാഷാ ക്രമക്കണക്ക് നെല്ലിയോടിൻ്റെ കാര്യവേഷങ്ങൾ ഏതാണ്. നെല്ലിയോടിൻ്റെ അരങ്ങ ഭാഷയാണ്. അത് ചിലപ്പോൾ വളരെ വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ ദേവദാസൻ, ഞാൻ ഇന്നലെ ഇവിടെ പര്യക്കര നടന്ന ദക്ഷയാഗത്തിലെ ദേവദാസന്റെ അവസാനത്തെ വീരഭദ്രന്റെ ഒരു അവസാന നിഷ്കർമ്മം അത് കണ്ടു. ഇന്നിത് സംസാരിക്കാൻ വേണ്ടി വേണമെന്നുള്ളത് ഞാൻ ഒരു 5-6 മിനിറ്റ് ഉണ്ട് അത് കണ്ടു. ദേവദാസൻ ചെയ്യുന്നതിന് ദേവദാസൻ്റെതായ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത് വയ്യായ്മയായാലും കേശവദേവായാലും പിന്നെ ഉണ്ണിത്താനാശനായാലും ഇവരെല്ലാവരും അറിഞ്ഞും അറിയാതെയും പിന്തുടരുന്ന അരങ്ങു ഭാഷയുടെ കണക്ക് ഡെവലപ്പ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം എന്നല്ല ഞാൻ പറയുന്നത്. പൂർവ്വസൂരികളായ വേഷക്കാരെന്നോട് കൂടി ഉള്ള അംശങ്ങളൊക്കെ സ്വീകരിച്ചാൽ ഡെവലപ്പ് ചെയ്ത് സ്ഥിരമായി ഒരു ചുവന്ന നാടി വേഷം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള ഏത് കഥാപാത്രത്തെ കൂടി ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തെ അറിയാം. അങ്ങനെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു നെല്ലിയോടിൻ്റെ ഏറ്റവും മികച്ച, എൻ്റെ മനസ്സിലുള്ള ഏറ്റവും മികച്ച ഒരു വേഷം കലിയാണ്. കലി നാടകത്തിലെ പ്രതിനായകനാണ്. കേരളത്തിലെ ആദ്യത്തെ നോക്കിൽ കാണുമ്പോൾ തന്നെ ആ പ്രതിനായകത്വം അദ്ദേഹത്തിൻ്റെ മുഖത്തും കണ്ണുകളിലും തുടർന്നുള്ള എല്ലാ ആട്ടത്തിലും ഈ കഥയിലെ വില്ലെന്നാവാക്കാൻ ഉറപ്പിച്ചില്ല. ആ പ്രതിനായകത്വം എന്നുള്ളത് കഥകളിയിലെ കലിയെ അവതരിപ്പിക്കുന്ന മറ്റ് നടന്മാർ ഇത്രയും ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ കാലത്ത് നാരായണൻ്റെ കലി ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നെല്ലിയോട് ചെയ്യുമ്പോൾ കലി എന്ന കഥാപാത്രം, അതേപോലെ തന്നെ നെല്ലിയോടിൻ്റെ മറ്റൊരു വേഷം, പ്രസിദ്ധ വേഷമാണ് എന്താ പറയുക, ജരാസന്ധൻ, രാജസൂയത്തിലെ ജരാസന്ധൻ. ആ രാജസൂയത്തിലെ ജരാസന്ധൻ ഒരു രാജാവാണ്. തുറന്ന താടിയൊക്കെയാണ് നടക്കുന്നൊക്കെ ആണെങ്കിൽ ഒരു രാജാവാണ്. തെക്കോട്ടത് കത്തിവേഷമാണ്. അപ്പോൾ തെക്കൻ രാജസൂയത്തിൽ അപ്പോൾ ഈ രാജ്യം ഒരു എല്ലാ പ്രവൃത്തികളോടും കൂടിയിട്ടുള്ള ഒരു രാജാവ് എന്ന നില നെല്ലിയോട് കാണിക്കുന്നത്, അരങ്ങത്ത് കാണിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാവും. അതേ നെല്ലിയോട് തന്നെയാണ് വിശപ്പിൻ്റെ മൂർത്തിമദ്ഭാവമായ പ്രകടനെ അവതരിപ്പിക്കുമ്പോൾ വിശപ്പ് എന്നുള്ളത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ കീഴടക്കുന്നത് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ബഗന്റെ ആട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഓരോ വേഷങ്ങളും അത് ബാലി, ഈ ബാലിയുടെ രസമുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇവിടെ ലിയോട് മരിച്ചതിന് ശേഷം അവിടെ പോയപ്പോൾ പറഞ്ഞത് ബാലിയുടെ അവസാനത്തെ പദം ഗോവിന്ദ മുക്തിയിലേക്ക് എന്നുള്ള ആ വരി ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടതെന്ന് പറയുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ ബാലിയാണ് ശ്രീരാമഭക്തിയിൽ തൻ്റെ ഒരു റോൾ മോഡൽ എന്ന് അദ്ദേഹം തീരുമാനിച്ചത് വളരെ രസകരമാണ്. ബാലിക്ക് വേണ്ടി ശ്രീരാമൻ ആകെ ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം അമ്പയ്ക്ക് വീട് കിടക്കുന്ന ആ അമ്പ് വലിച്ചൂരി എന്നുള്ളത് മാത്രമാണ്. അതേസമയത്ത് സുഗ്രീവൻ ആദ്യമായിട്ട് ശ്രീരാമനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തനാണ്, പിന്നീട് എത്രയോ കാലം പട്ടാഭിഷേകം. പക്ഷേ സുഗ്രീവന്റെ ഭക്തിയേക്കാൾ കൂടുതൽ താൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് ബാലിയുടെ ഭക്തിയാണ്, വീരഭക്തിയാണ്.
സ്വയം ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയും അങ്ങനെയുള്ള തരത്തിലുള്ള വേഷങ്ങളൊക്കെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അധികവും വീരഭദ്രൻ പോലെയുള്ള ചില കഥാപാത്രങ്ങളൊക്കെ എന്നോടിച്ചാൽ, പക്ഷേ അത് ചെയ്തുകൊണ്ട് തന്നെ കഥകളിയോടുള്ള ഭക്തി എങ്ങനെ കാണിക്കാം എന്നുള്ളതിനെ ഉള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് എനിക്ക് ഭാര്യയെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്. ഭാര്യയിലാക്കും ഞാൻ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് വേഷങ്ങളെ കഥാപാത്രങ്ങളാകുന്നത്. അപ്പോൾ 2 കരിവേഷമുണ്ട് പ്രസിദ്ധമായ വലിയൊരു ധാരാളം ചെയ്തിട്ടുള്ള, നിന്നും ഉൾപ്പെടെയൊക്കെ ചെയ്തിട്ടുള്ള, ഒന്ന് നക്രതുണ്ടിയാണ്, മറ്റൊന്ന് സിംഹികയാണ്. നക്രതുണ്ടിയുടെ സിംഹികയുടെ നാട്ടുകൾക്ക് കരിവേഷമുള്ള സമാനതകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നക്രതുണ്ടിയേക്കാൾ കൂടുതൽ എന്തോ ഒരു പൊടിക്ക് സിംഹികയ്ക്ക് പ്രാധാന്യമുണ്ട്. കാരണം സിംഹിക കാൽക്കുലേറ്റഡായി വളരെ കൃത്യമായി കണക്കാക്കിയിട്ടാണ് ഒരു കാര്യത്തിൽ വരുന്നത്. നക്രതുണ്ടി അങ്ങനെയാണ്. നക്രതുണ്ടി വന്ന കാര്യത്തിനൊന്നുമല്ല പിന്നീട് ഇടപെടേണ്ടി വന്നത്. മൊത്തം അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ലളിതമായ വേഷം ഗെയിമാണ്. ഞാൻ അതല്ല പറയുന്നത്. നക്രതുണ്ടി എന്ന ക്യാരക്ടറിനേക്കാൾ സ്ഥിത എന്താ പറയുക, കൃത്യമായിട്ട് ഒരു പ്രതികാരം നിർവഹിക്കാൻ വരുന്ന ഒരു പ്രതികാരവാഹിയായ തൻ്റെ ഭർത്താവിനെ കൊന്ന പാണ്ഡവരുടെ പത്നിയെ കുതിച്ചുകൊണ്ട് പോകുക ആ ഒരു കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് അരങ്ങത്ത് വരുന്നത് ആ തോന്നൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾക്ക് സിംഹിക വേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം. ഇതൊക്കെ ഒരു ആധികാരിക സ്വഭാവത്തോടു കൂടി പറയുകയല്ല. അതേപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തതിന് ഏത് വേഷവും ഇപ്പോൾ ഭഗവതിലാശ്രയം കനകൻ അവസാന കാലത്ത് പലതൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഒരു വേഷം കണ്ട അത്ര നന്നായി തോന്നിയിട്ടില്ല. പക്ഷേ കനകൻ ചെയ്യുമ്പോൾ അവിടെ താൻ ഏറ്റെടുത്തിട്ടുള്ളൊരു ദൗത്യമുണ്ട്. പാണ്ഡവരെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാറുണ്ട്. ഈ ദൗത്യങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിലും കൃത്യമായി അദ്ദേഹം സന്നിവേശിപ്പിച്ചത്. അങ്ങനെ ഇപ്പോൾ പൂച്ചേനുള്ള വേഷത്തിനെ പറ്റി എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമുള്ള കഥാപാത്രമല്ല പൂച്ചേരൻ. കാരണം അതൊരു യഥാസ്ഥിതിക ചിലൊരു സ്വാഭാവിക അഭിനയത്തിന് ആണ് കൂടുതലും അവതരുന്നതിൻ്റെ വേഷവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊരു പക്ഷേ അതിൽ അദ്ദേഹം കാണിക്കുന്ന വലിയോട് കാണിക്കുന്ന ഭക്തി അതൊക്കെ ഈ റിയലിസത്തിൻ്റെ സ്വഭാവം കൊണ്ട് ആയിരിക്കണം. കഥകളി ഒട്ടും റിയലിസം കടന്നു വരാനേ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് റിയലിസത്തിൻ്റെ സ്വഭാവത്തോട് എനിക്കത്ര വല്ലാതെ ഞാനിങ്ങനെ അഭിരമിക്കുന്ന ഒരു വേഷമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം അതിനെ കാണുന്ന രീതി എവിടെയും കഥാപാത്രം അതിനകത്ത് പുരാണജ്ഞാനങ്ങളൊക്കെ പറയുന്നത് ഞാൻ രണ്ടാമത്തെ കാര്യമായിട്ടാണ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഔചിത്യബോധമാണ് അതിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്നു. എങ്ങനെയാണ് താൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ കഥകളിയെ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താമെന്ന് ഉള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് പൂർണ്ണമായും ഉണ്ടായിരുന്നത്. അത് അത്ര എളുപ്പമുള്ളതല്ല. എന്നാൽ അദ്ദേഹത്തെ കണ്ടും അദ്ദേഹത്തെ കേട്ടും അദ്ദേഹത്തെ അറിഞ്ഞ് കൂടെ വേഷത്തിലേക്ക് പഠിച്ച എല്ലാവരിലേക്കും ചെറിയൊരംശം, ഒരു ട്രെൻഡ് സെറ്റ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ഒരു അത് ഒരു പക്ഷേ അനുകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂടെ അങ്ങനെയല്ല, ഒരു അദ്ദേഹം കാണിക്കണ പോലെ ഞാൻ കാണിക്കണം, ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുക. ചുവന്ന താടി താമസ സ്വഭാവമുള്ള പ്രത്യേകിച്ച് ചുവന്ന താടി വേഷങ്ങളുടെ ട്രെൻഡ് സെറ്റ് ചെയ്യുക എന്നൊരു വലിയ ഒരു പക്ഷേ അത്ര മനുഷ്യസാധ്യമല്ലാത്ത ഒരു ഉറച്ച കലാകാരന് മാത്രം കഴിയുന്ന അത്തരം ഒരു പണിയാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ ഈ കഴിഞ്ഞ 5 വർഷം മുമ്പ് വരെ നിരവധി വേഷങ്ങളായി നിരവധി അരങ്ങുകളായി അങ്ങനെ അവതരിപ്പിച്ച് ആ പ്രതിക്ക് മുമ്പിൽ അത്ഭുത ആദര സ്തബ്ധരായി നിൽക്കുക എന്നതിനപ്പുറം ഒന്നും ആ ഓർമ്മയ്ക്ക് നമുക്ക് ചെയ്യാനില്ല. നമസ്കാരം. താങ്ക് യു സർ. നെല്ലിയോടെ 2026 ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി
ചെയ്ത നമ്മുടെ റവന്യൂ മന്ത്രി, അതുപോലെ ഈ പരിപാടി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന സാർ, അതുപോലെ വേദിയിൽ സദസ്സിൽ വഹിക്കുന്ന ബഹുമാനീയരായ എല്ലാ വ്യക്തികളെയും നമിച്ചുകൊണ്ട് നമ്മുടെ ഈ അനുസ്മരണ യോഗം എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് നടത്താനും അദ്ദേഹത്തെ എന്നും നമ്മുടെ മനസ്സിന്റെ ഓർമ്മകളിൽ ചെപ്പിൽ സൂക്ഷിച്ചു വയ്ക്കുവാനും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നെല്ലിയുടെ 2026 ആടോപകാണ്ഡകം പുരസ്കൃതനായ ശ്രീ ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ളാശാനെ മറുപടി ഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വലിയൊരു വാസുദേവന്റെ പേരിലുള്ള ഈ ആഗോള പുരസ്കാരം എനിക്ക് ലഭിച്ചത് ഞാൻ വളരെ വളരെ സന്തോഷമാണ്. ഇതിന് എനിക്ക് തരുന്നതിനായി എൻ്റെ പേര് നിർദ്ദേശിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളും നെല്ലുടിയുടെ കുടുംബക്കാരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ മനസ്സിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കത്തക്ക ഒരു അവാർഡാണ് എനിക്ക് കിട്ടിയത്. കാരണം നെല്ലിയുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരുനാഥനും സുഹൃത്തും എല്ലാമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അനവധി വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കിട്ടിയിരിക്കുന്നത് ബാല്യത്തിൽ സുഗ്രീവൻ. ആ സുഗ്രീവൻ അദ്ദേഹത്തിനോട് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്ന് വന്നാൽ അത് വേറെ അറിയിക്കാതെ എന്നെ കൂടെ അദ്ദേഹം ആ കഥാപാത്രത്തെ കൂടി ഒരുമിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളെ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിനോട് വേഷം കിട്ടുന്നതിന് ഒരു പ്രത്യേക ഒരു സുഖമാണ്. കാരണം ബാല്യത്തിൽ തന്നെ ഈ തമ്മിലുള്ള അലർച്ചയ്ക്ക് തന്നെ ചില ലോകധർമ്മി അനുസരിച്ച് ചിലതൊക്കെ ചെയ്യാറുണ്ട്. അദ്ദേഹം അത് ചെയ്യാറില്ല. എന്നിട്ട് അദ്ദേഹം പറയും, ഇത് വേറെ കുറങ്ങനല്ല, ബാല്യ രാജാവാണ്, അതുകൊണ്ട് അത് വേണ്ട എന്ന് രംഗത്ത് വെച്ച് വരെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹത്തിന് എൻ്റെ സുഖിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അത് മറ്റൊരു പറയുകയും ചെയ്തു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വലിയപ്പോഴത്തേക്ക് മറ്റുള്ള കോമാളികളൊന്നും കാണിക്കത്തില്ല. മറ്റ് സദസ്സിനനുസരിച്ച് ആണ് ഈ ബാല്യവധത്തിൻ്റെ കഥ, ഈ സുഗ്രീവൻ ബാലിയായിട്ടുള്ള രംഗങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിനോട് അതൊന്നും പറ്റില്ല. കാരണം ആ നിയമം വിട്ട് അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. പിന്നെ അങ്ങനെ ഒരുപാട് വേഷങ്ങൾ കിട്ടാറുള്ളതൊക്കെ രണ്ടാം ദിവസത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ എൻ്റെ ദ്വാപരൻ, വീരഭദ്രയുടെ ഭദ്രകാളി, പിന്നെ ഏറ്റവും കൂടുതൽ ചില ഗുണങ്ങളുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ എന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ദുശ്വാസന ദുര്യോധനത്തിലെ ദുര്യോധന അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദുശ്വാസനം എൻ്റെ ഒരു അർജുനത്തിനുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ കൂടെ അദ്ദേഹം ഞാൻ എന്ത് ചെയ്യുന്നു നമ്മളെ കൂടെ കൂടുക ആ ഒരു നല്ല മനസ്ഥിതിയുള്ള ഒരു വലിയ ഒരു കലാകാരനായിരുന്നു വലിയൊരു വസ്തു. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാൽ വളരെ കുറവായി തോന്നില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അടോപകാണ്ഡകം എന്ന ഈ വലിയ പുരസ്കാരം വലുതായിട്ട് വളരെ വലുതാണ്. ആ ഒരു ബ്രാഹ്മണൻ നെല്ലുകൊടുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് നമുക്ക് നിസ്സാരമല്ല. അങ്ങനെയുള്ള ഈ അവാർഡ് എനിക്ക് കിട്ടിയതിൽ ഇതിൻ്റെ നല്ലവരായ എല്ലാ ഭാരവാഹികളോടും കുടുംബാംഗങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു മനസ്സോടുകൂടി വളരെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നന്ദി. അടുത്തതായി
ആദ്യത്തെ മനോമുദ്ര അവാർഡ് അർഹനായ ശ്രീ സദന ജ്യോതിഷ് ബാബുവിനെ മറുമൊഴി ഭാഷണത്തിനായി ക്ഷണിച്ചു കൊടുക്കുന്നു. വേദിയിലും സദസ്സിലുള്ള ഞാനേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാധാരണ വെച്ചാൽ അവാർഡ് ഇതുപോലുള്ള പുരസ്കാരങ്ങൾ കിട്ടുന്ന സമയത്ത് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്താറുള്ളത്. പാട്ടുകൾ കുറേ സമയം പാടാം, സംസാരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവാറുണ്ട്. പക്ഷേ ഇന്ന് പതിവിൽ വിപരീതമായി 2 വാക്ക് പറയണം എന്ന് ഞാൻ കുറേ നാളുകളായിട്ട് മനസ്സിൽ കരുതിയതാണ്. പറയാനുള്ള ശക്തി ഉണ്ടാവുമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു 25 വർഷം മുമ്പേ ഒരു ബസ് യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയെ പേര് പറയാം. അദ്ദേഹം സംസാരിക്കുന്നതിനിടയിലാണ് വീട് എവിടെയാണ്, എന്താണ് കാര്യങ്ങളൊക്കെ, സ്കൂൾ എത്രയും പഠിക്കുന്നു ഒക്കെ ചോദിച്ചു. പാട്ട് പാടാറുണ്ട്, പാട്ട് പഠിക്കുന്നുള്ളൂ, പാട്ട് പഠിക്കുന്നില്ല, അപ്പം പാട്ട് പഠിച്ചു കൊടുത്ത് സാമ്പത്തികമില്ല എന്നത് വളരെ ചുരുക്കി പറയുക. കുറേ സംഭാഷണങ്ങളുടെ ഒരു ചെറിയൊരു ക്യാപ്സൂൾ മാത്രം, സമയം കൃഷ്ണവ്യാസം അസുഖക്കാർ ഒരുങ്ങിയൊക്കെ കാരണം. പക്ഷെ ഇന്ന് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഇത് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി കാരണമാണ് ഞാനത് മുഴുവൻ പറയുന്നത്. ക്ഷമിക്കുന്നില്ല. ഈ മാഷയോട് പറഞ്ഞാൽ പാട്ട് പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാൻ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മാണിയപ്പുറത്ത്, പല്ലവി കലാലയം. അവിടേക്ക് വന്നു ഞാൻ പാട്ട് പഠിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അതുപോലെ സ്വാഭാവികം ചെറിയ കുട്ടിയായി ഞാൻ വീട്ടിൽ പറഞ്ഞു. അച്ഛനും അമ്മയും വീട്ടിൽ എല്ലാവരും കാരണന്മാരൊക്കെ ആലോചനയൊക്കെ ആയിട്ട് അവർ എൻ്റെ ഏട്ടിനെയും കൂട്ടിയിട്ട് ഈ മാണിയപ്പുറത്തുള്ള പല്ലവി കലാലയത്തിൽ കൊണ്ടുവന്നു. തുടർന്ന് അങ്ങോട്ട് ഈ വ്യക്തി എന്നെ 2 വർഷത്തോളം നടുവത്തുള്ള ശ്രീരാജ് മാഷ്, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. മാഷ് അടുത്ത് മാഷ് നമസ്കാരം, ശ്രീരാജ് മാഷ് അദ്ദേഹത്തിൻ്റെ അടുത്താണ് പാട്ട് പഠിക്കാൻ എന്നെ കൊണ്ടാക്കിയത്. അപ്പോൾ ബസ്സിലുള്ള മാഷിനെ അനിൽ മാഷിക്കുന്നായിരുന്നു. അപ്പോൾ ഈ ഓരോ ആഴ്ചകളും പോകാനുള്ള പൈസ തന്ന് എന്നെ സഹായിക്കും. ചിലപ്പോൾ അത് വീട്ടിലെ പല ആവശ്യങ്ങൾക്കും ചിലപ്പോൾ കാരണം എനിക്ക് ഈ ബസ്സിന് കാശ് തയ്ക്കാൻ കാരണം ഞാൻ കാളികാവിൽ നിന്ന് നടുവത്ത് വരെ നടന്നിട്ടുണ്ട്. ഞായറാഴ്ച നടന്നു വന്നു, 11 കിലോമീറ്റർ അധികമുണ്ട്. നടന്നു വന്നു എല്ലാ ഞായറാഴ്ചകളും മുടങ്ങാതെ കർണാസംഗീതം പഠിക്കാൻ വന്നു. പിന്നെ കാളികാവ് തൊട്ടടുത്താണ്, അപ്പോൾ അവിടെ പഠിക്കാൻ ഏർപ്പാടാക്കും എന്ന് പറഞ്ഞു. ശ്രീരാജ് മാഷത്തിൽ മാറ്റിയിട്ട് നമ്മുടെ നെല്ലിയുടെ ആശാന്റെ ബന്ധുവായിട്ടുള്ള മധുഭാഷ അടുത്ത് പാട്ട് പഠിക്കാനാക്കി. അതും ഈ മാഷിൻ്റെ ചെലവിലായിരുന്നു. എൻ്റെ യാത്ര ചെലവുകൾ എല്ലാം കഴിഞ്ഞ് 2 വർഷത്തെ ഈ കർണാടക സംഗീതം ഒരിക്കലും പറഞ്ഞു, സദനത്തിൽ പാലക്കാട് കഥകളി സംഗീതം പഠിക്കാൻ പാട്ട് പഠിക്കാൻ വേറൊരു അവസരം ഇന്ന് പോകണം ചോദിച്ചു. അപ്പോൾ കഥകളി സംഗീതമാണെന്ന് അറിയാം. ആ കഥകളിയായിട്ടുള്ള പരിചയം ഈ സേമിയ പായസത്തിൻ്റെ പരസ്യത്തിൽ ഒരു വേഷം പരസ്യമാണ്. അതാണ് ഞാൻ കഥകളിയായിട്ടുള്ള ആദ്യത്തെ ബന്ധം. എനിക്കറിയില്ല കഥകളി സംഗീതം പഠിക്കാനോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി സദനത്തിലാക്കി. പിന്നെ സദനത്തിലാക്കിയതിന് ശേഷം കഥകളൊക്കെ എന്നെ അറിയുന്നവർക്ക് പലർക്കും അറിയാം. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്നെ ഈ മേഖലയിലേക്ക് തിരിച്ചു വിട്ട ആ വ്യക്തി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇവിടെ ഇരിക്കുന്നു. അനിൽ മാഷൊന്ന് എണീക്കുന്നു. എൻ്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൂടുതൽ പറയുന്നത്
നേരത്തെ രാജ്യഘട്ടം പരിചയപ്പെടുത്തിയ പോലെ ഒരു പരിചയപ്പെടുത്തൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. പരിചയപ്പെടുത്തുന്ന ആൾക്കാരെ അവരെ കുറിച്ച് ബയോഡാറ്റ ചോദിച്ച് അവരെ മനസ്സിലാക്കിയിട്ട് അവർ പറയും ഇന്ന രാജ്യങ്ങൾ പോയിട്ടുണ്ട്, ഇന്ന പുരസ്കാരങ്ങൾ കിട്ടി എന്നൊക്കെ പറയും. പക്ഷെ രാജ്യഘട്ടം തന്നെ വളരെ കൃത്യമായിട്ട് അറിയുന്ന കാരണം അറിയാത്തവരല്ല പരിചയപ്പെടുത്തിക്കാവുന്ന മുമ്പേ എല്ലാ പ്രതികരണത്തിന് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാജ്യഘട്ടനായിട്ട് കുറേ യാത്ര പോയതിൻ്റെ അനുഭവത്തിലും അതുപോലെ കുറേ ഡെമോൺസ്ട്രേഷൻ പോയതിൻ്റെ അനുഭവത്തിലും അവർ രാജ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് സന്തോഷം. പിന്നെ ഈ അവാർഡിനെ തിരഞ്ഞെടുത്ത ഈ നമ്മുടെ ഉണ്ണിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തി മനോഹരത്തിൻ്റെ പുരസ്കാരം മനോഹരനായിട്ട് ഉണ്ണിയേട്ടനായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെയായിരുന്നു. അതിൻ്റെ പ്രഥമ പുരസ്കാരം എനിക്ക് നൽകാൻ എന്നെ തിരഞ്ഞെടുത്ത അതിന് പ്രത്യേകിച്ച് സാഹചര്യം അതുപോലെ ഈ സംഘാടക സമിതിയിലെ ഓരോരുത്തരോടും എൻ്റെ നന്ദി. പിന്നെ ഇതിൽ നിന്ന് പ്രാപ്തനാക്കിയ എൻ്റെ ഗുരുനാഥന്മാരോടും ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമി എന്ന എൻ്റെ രാജ്യമായ പ്രിയപ്പെട്ട സ്ഥാപനത്തോടും എൻ്റെ എല്ലാ ഗുരുക്കന്മാരോടും നിങ്ങൾ ഓരോരുത്തരോടും, കാരണം നിങ്ങളൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളൊക്കെയാണ് നമ്മളെ തുടർന്നുള്ള അറിവിലേക്കുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, പരിചയപൂർവ്വമാണ്, പ്രസംഗിച്ച് ഒട്ടും ചെയ്യില്ല. പക്ഷേ ഇന്ന് കുറച്ച് പറയണം, ചില കാര്യങ്ങളെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കുറച്ച് സമയമായിട്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇങ്ങനൊരു കാര്യം പറയും. പിന്നെ എൻ്റെ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ അമ്മ എന്നുള്ളത് അത് ഞാൻ അവസാനം പറയാൻ വിചാരിച്ചിട്ടായിരുന്നു, മനഃപൂർവ്വം മാറ്റി വെച്ചതാണ്. എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് അമ്മ തന്നെ അപ്പോൾ എനിക്കൊന്നും പറയില്ല. എല്ലാ കാര്യങ്ങൾക്കും നന്ദി, സന്തോഷം. ഇത് എനിക്ക് കിട്ടുന്ന ഓരോ പുരസ്കാരങ്ങളും എൻ്റെ എളിമയിലേക്കുള്ള ഓരോ പടവുകളാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ജയകൃഷ്ണൻ പ്രാർത്ഥിച്ചുകൊണ്ട് നെല്ലിയുടെ 2026 ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി കമ്മിറ്റി അംഗം ശ്രീ കിരൺ മേനോനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളന ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ശേഷം ഈ നെല്ലിയോട് അനുസ്മരണത്തിന് ഉതകുന്ന തരത്തിലുള്ള കഥകളി ഇവിടെ അവതരിപ്പിക്കുന്നതിന് ഒരു നീണ്ട താരനിര തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ കോട്ടക്കൽ ഉണ്ണികൃഷ്ണൻ, ഹരി കേദാർ മേലേട, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, ശ്രീമതി ഹരിപ്രിയ നമ്പൂതിരി, ശ്രീ സദനം കൃഷ്ണൻകുട്ടി, സർവശ്രീ കോട്ടക്കൽ നാരായണൻ, സദനം ജ്യോതിഷ് ബാബു, ശ്രീരാജ് വർമ്മ, ശ്രീദേവൻ ചെറുമിക്കം, സർവശ്രീ കലാമണ്ഡലം ബലരാമൻ, കലാമണ്ഡലം സുധീഷ്, സർവശ്രീ കലാമണ്ഡലം ഹരിദാസ്, കലാമണ്ഡലം സുധീഷ് തുടങ്ങി വളരെ പ്രഗത്ഭരായ കഥകളി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം കഥ ഇവിടെ ഈ ചടങ്ങിന് ശേഷം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ചടങ്ങായിട്ടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കിരൺ മേനോനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ ദീർഘമായ ഒരു നന്ദി പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല എന്നുള്ള തിരിച്ചറിവുകൊണ്ട് ഈ അനുസ്മരണ പരിപാടി ഗംഭീരമായി നടത്തുവാൻ ഞങ്ങളെ സഹായിച്ച എല്ലാ ആളുകൾക്കും ചുറ്റുപാട്ടിൽ നന്ദി പറയുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി എ കെ കുമാർ, അതുപോലെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീ പി എം നാരായണൻ, അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തിയ ബിഷപ്പ് രാജീവേട്ടൻ തുടങ്ങിയവർക്കുള്ള നന്ദി അനുസ്മരണ സമിതിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിച്ച ജനപ്രതിനിധികൾ, അതുപോലെ നിറഞ്ഞ സദസ്സ്, എല്ലാവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയായി നമ്മൾ സാമ്പത്തികമായും എല്ലാം സഹായിച്ച
നാദോ റിസോർട്ട് അമ്പലപ്പടി, വണ്ടൂർ ഓക്സ്ഫോർഡ് പരിശീലന കേന്ദ്രം, വണ്ടൂർ സരസ്വതി ഹിന്ദി കോളേജ്, എളമ്പൂർ റബ്ബർ പാർക്ക്, വണ്ടൂർ ജയമാർക്ക്, വേദാരണ്യം ആയുർമന, പിന്നെ FBH ബുക്ക് സെൻറ്റർ, നാഗദേശം കാറ്ററിംഗ് സെൻറ്റർ ചെമ്മാണിയൂർ തുടങ്ങിയ സ്ഥാപനങ്ങളോടുള്ള സംഘാടക സമിതിയുടെ നന്ദി കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മൾ കഥകളി കലാകാരന്മാരെല്ലാം റെഡിയായിട്ടുണ്ട്. ഈ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ അനുസ്മരണ സമ്മേളനം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഉടൻ തന്നെ കഥകളി ആരംഭിക്കുന്നതാണ്. മെല്ലിയുടെ അനുസ്മരണം 2026 നമ്മോട് സഹകരിച്ച് സ്പോൺസർഷിപ്പ് നൽകിയ സ്ഥാപനങ്ങൾ നാദ് റിസോർട്ട് അമ്പലപ്പടി ശ്രീ നരേന്ദ്രൻ ചെറുപാട്, വണ്ടൂർ ഓക്സ്ഫോർഡ് പരിശീലന കേന്ദ്ര മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷൈജു, വണ്ടൂർ സരസ്വതി ഹിന്ദി കോളേജ് പ്രിൻസിപ്പൽ ശ്രീ KP രാധാകൃഷ്ണൻ എന്ന കൂട്ടനാഥ്, എളമ്പൂർ പേരേപ്പുറം റബ്ബർ പാർക്ക് ലാറ്റക്സ് കമ്പനി വണ്ടൂർ ആയുർവേദത്തിന്റെ പര്യായം വേദാരണ്യ ഡോക്ടർ കിരൺ ആനന്ദ്, ഡോക്ടർ മാനസി കിരൺ. നോട്ടീസ് പ്രിന്റിംഗ് വണ്ടൂർ മോഡേൺ ഓഫ്സെറ്റ്, ഫ്ലെക്സ് ബോർഡ്, പ്രിൻസ് വണ്ടൂർ, ശബ്ദവും വെളിച്ചവും ഒരുക്കിയ മനോജ് മിശ്രി, MBH ബുക്ക് സെന്റർ ആൻഡ് ഫോട്ടോസ്റ്റാറ്റ് കുടുംബശ്രീ ശ്രീഷാണി, നാലുദേശം കാറ്ററിംഗ് സർവീസസ് എന്നിവരോട് നിങ്ങളുടെ സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഉടനെ തന്നെ കല്യാണ സൗകര്യ കഥകളി ഈ വേദിയിൽ അരങ്ങേറുന്നതാണ്. പങ്കെടുക്കുന്ന കലാകാരന്മാർ ഭീമൻ ഒന്ന് ശ്രീ കോട്ടയ്ക്കൽ A. ഉണ്ണികൃഷ്ണൻ, ധർമ്മപുത്ര ശ്രീ ഹരികേര മേലയുടെ, ഭീമൻവേട് ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, പാഞ്ചാലി ശ്രീമതി ഹരിപ്രിയ നമ്പൂതിരി, ഹനുമാൻ ശ്രീ സദനം കൃഷ്ണൻകുട്ടി, സംഗീതം സർവശ്രീ കോട്ടയ്ക്കൽ നാരായണൻ, സദനം ജ്യോതിഷ് ബാബു, ശ്രീരാഗ് വർമ്മ, ശ്രീദേവൻ ചെറുത്ത്, ജഗ സർവശ്രീ കലാമണ്ഡലം ബലരാമൻ, കലാമണ്ഡലം സുധീഷ്, മംഗളം സർവശ്രീ കലാമണ്ഡലം ഹരിദാസ്, കലാമണ്ഡലം സുധീഷ്, ചുണ്ടി സർവശ്രീ കലാമണ്ഡലം സതീശൻ, കലാമണ്ഡലം ശ്രീ, അണിയറ രമേശ്, അരുൺ, ഷാജി, ഗിരീഷ്, ചായ പഞ്ചതളം ഒറ്റപ്പാട്. ഉടനെ തന്നെ ശൗര്യഗുണത്തോടുകൂടിയുള്ള കല്യാണ സൗകര്യ കഥകളി ഈ വേദിയിൽ അരങ്ങേറുന്നതാണ്. എല്ലാവരെയും കഥകളി അരങ്ങിലേക്ക് സ്വാഗതം ക്ഷണിച്ചു.